നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് താൽപ്പര്യത്തിൻ്റെ പ്രതിഫലനമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കേരളത്തിൽ പാരമ്യത്തിലെത്തിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ വികസന വിരുദ്ധ നിലപാട് തിരുത്തണം എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലിയും കാണുമ്പോൾ CPIMൻ്റെ കണ്ടെത്തൽ ശരിയാണെന്ന് ബോധ്യമാകുന്നുണ്ട്. ഇതിനിടയിൽ കൃത്രിമമായി റേറ്റിംഗ് കൂട്ടുന്നു എന്ന പരാതിയിൽ മുംബൈയിൽ 2 മാധ്യമ മുതലാളിമാർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. റിപ്പബ്ലിക് TV CEOയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പാർലമെൻറ്റിലെ വാർത്താവിനിമയ സ്ഥിരം സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടും കഴിഞ്ഞു. ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ താൽപ്പര്യം മാറ്റണോ എന്നാണ്. ഇന്നത്തെ ചോദ്യങ്ങൾ: കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കോർപ്പറേറ്റ് താൽപ്പര്യം മൂലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോ? രാജ്യത്തെ മാധ്യമ ധാർമ്മികത ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ? റേറ്റിംഗിലെ കൃത്രിമത്വത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും എന്താണ്? ഒരേ വിഷയത്തിലെ നിരന്തര ചർച്ച കേരളത്തിലെ മാധ്യമങ്ങളിൽ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ? ഈ വിഷയം പരിശോധിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് CPIM നേതാവും മുൻ MP-യുമായ ശ്രീ MB രാജേഷ്, KPCC സെക്രട്ടറി കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, BJP വക്താവ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KVS ഹരിദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്, നിരീക്ഷകനായി N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ MB രാജേഷ്, എന്തുകൊണ്ടാണ് CPM കരുതുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കോർപ്പറേറ്റ് താൽപ്പര്യം മൂലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട് എന്ന്? കേരളത്തിലെ മാധ്യമങ്ങൾ കേവലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമല്ല പ്രകടിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കേരളത്തിലെ മാധ്യമങ്ങളുടെ ജനിതകമായ സവിശേഷതയാണ്. വിമോചന സമരത്തിൻ്റെ പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. വിമോചന സമരത്തിൻ്റെ പ്രചാരകർ മാത്രമായിരുന്നില്ല, അതിൽ നേരിട്ട് സജീവമായ പങ്കുവഹിച്ച ഒരു കറുത്ത ചരിത്രമുള്ളവരാണ് കേരളത്തിലെ അക്കാലത്തെ അച്ചടി മാധ്യമങ്ങളെല്ലാം. എന്നാൽ ഇന്ന് അതിനുമപ്പുറം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നിന്നും വളർന്ന് എല്ലാത്തരം പുരോഗമന ആശയങ്ങളുടെയും ശത്രുപക്ഷത്ത് ഒരു ലജ്ജയുമില്ലാതെ നിലയുറപ്പിച്ചവരായിട്ട് മാധ്യമങ്ങൾ ഒന്നടങ്കം മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്, മതനിരപേക്ഷതയോടുള്ള വിരുദ്ധതയുണ്ട്, വർഗീയ പക്ഷപാതിത്വമുണ്ട്. അങ്ങനെ പൂർണ്ണമായും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കും ഒപ്പം സംഘപരിവാർ താൽപ്പര്യങ്ങൾക്കും കീഴ്പ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു വിശാലമായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ സഖ്യം ഇന്ന് രൂപം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ മഴവിൽ സഖ്യത്തിൻ്റെ പ്രചാരകരും പ്രൊപ്പഗാൻഡ മെഷീനറിയുമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മഴവിൽ സഖ്യത്തിൻ്റെ പ്രചാരകരായി അതിൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനറിയുടെ ഭാഗം മാധ്യമങ്ങൾ മാറുന്നത്? ഈ ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമായും 2 ശക്തികളാണ്. അതിലൊന്ന് കോർപ്പറേറ്റുകളാണെങ്കിൽ മറ്റൊന്ന് സംഘപരിവാറാണ്. 2 കൂട്ടർക്കും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കേണ്ടത് അവരവരുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ ഈ ഗവൺമെന്റിനെതിരായിട്ട് നിൽക്കുന്നത്? കോർപ്പറേറ്റ് നയങ്ങൾക്ക്, നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുള്ള ബദൽ നയങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ആ ബദൽ ഫലപ്രദമാണ് എന്ന് ഇന്ത്യയിൽ ഇന്ന് തെളിയിച്ച ഒരു ഗവൺമെന്റാണ്, ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം.
ഇപ്പൊ നോക്കൂ, ഈ പാർലമെന്റ് സമ്മേളനത്തിൽ കാർഷിക ഉൽപാദനവും കാർഷിക വിപണനവും സംഭരണവും മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും താങ്ങുവിലയിൽ നിന്നും കാർഷിക സംഭരണത്തിൽ നിന്നും എല്ലാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം പിന്മാറുകയും ചെയ്യുന്ന നിയമം പാസാക്കി. എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽകർഷകർക്ക് റോയൽറ്റി ഏർപ്പെടുത്തുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷിക്കാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്നു, ഇന്ത്യയിൽ ആദ്യമായി 16 ഇനം പച്ചക്കറികൾക്ക് തറവില ഏർപ്പെടുത്തുന്നു. ഇതാണ് ബദൽ എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ ബദൽ നിൽക്കുകയാണ്. കോർപ്പറേറ്റുകൾ അനുശാസിക്കുന്നത് ഭരണകൂടം എല്ലാത്തിൽ നിന്നും പിൻവാങ്ങണം, അതെല്ലാം മൂലധനത്തിന് വിട്ടുകൊടുക്കണമെന്നാണ്. കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഭരണകൂടം കൂടുതൽ സജീവമായിട്ട് സാമ്പത്തിക പ്രവർത്തനത്തിൽ സമ്പദ്ഘടനയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് സഹിക്കുന്ന കാര്യമല്ല. ഇനി സംഘപരിവാറിനെ സംബന്ധിച്ച പ്രശ്നം എന്താ? അതുകൂടി പറഞ്ഞ് നിർത്താം. സംഘപരിവാറിന്റെ പ്രശ്നം കേരളം മാത്രമാണ് അവർക്ക് കീഴടങ്ങാതെ നിൽക്കുന്നത്. അതിനേക കാരണം കേരളത്തിൽ രൂഢമൂലമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇപ്പോ ഇന്ത്യയിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷകരായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. പൗരത്വ നിയമം വന്നു, ആദ്യം പ്രമേയം പാസാക്കിയതും ആദ്യം സുപ്രീം കോടതിയിൽ അതിനെ ചോദ്യം ചെയ്തതും കേരളത്തിലെ ഗവൺമെന്റാണ്. ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള കർഷക നിയമ ഭേദഗതികൾ വന്നു, ആദ്യം അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. അപ്പൊ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കും അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനത്തിനുമെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഉപകരണമായി കേരളത്തിൽ LDF ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ രണ്ട് കൂട്ടരുടെയും ആവശ്യമാണ് ഈ സർക്കാരിനെ തകർക്കുക എന്നത്. അതിന്റെ ആ കോർപ്പറേറ്റ് സ്വാധീനത്തിനും സംഘപരിവാർ സ്വാധീനത്തിനും വഴങ്ങിയാണ് മാധ്യമങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം നിറവേറ്റി കൊടുക്കാൻ, ഗവൺമെന്റിനെ തകർക്കുക എന്ന ലക്ഷ്യം നിറവേറ്റി കൊടുക്കാൻ. യെസ്, ഡോക്ടർ GV ഹരി, ഈ കാഴ്ചപ്പാടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ലാൽ, ഇതിനകത്ത് ഞങ്ങൾ അല്ലെങ്കിൽ പൊതുവായ ഒരു സമീപനം എന്ന് പറയുന്നത്, എനിക്ക് ശ്രീ രാജേഷ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത്. അതായത് ഒരു തിരുത്തൽ ശക്തിയായി ലോകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്. മാധ്യമങ്ങൾ എന്നതിനെ നമുക്ക് അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്രയും നമ്മൾ പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ 4ാം തൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന അതിന് 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഗവേണൻസിൻ്റെ ഒരു 4th പില്ലർ എന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്. അത് തിരുത്തൽ ശക്തിയായി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേനെ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഇത് ഒരു പ്രത്യേക അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന ഒരു താല്പര്യം ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾ ഭരിക്കുമ്പോഴും ഞങ്ങളെ വലിയ വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കാർട്ടൂണുകളിലൂടെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള ലക്ഷ്മൺ അടക്കമുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, എന്നെ നിങ്ങൾ കൂടുതൽ വിമർശിക്കൂ എന്നുള്ളതാണ്. അതേ സമീപനം തന്നെയാണ്, അന്ന് സ്വീകരിച്ച സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും മാധ്യമങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഏറ്റവും അവസാനമായി കേരളത്തിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാവ് വേലി ചാടുന്നു എന്നതടക്കമുള്ള തലക്കെട്ടോടുകൂടി എഡിറ്റോറിയൽ അടക്കം എഴുതിയിട്ട് പോലും ഞങ്ങൾ ആ കാര്യങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അത് തിരുത്താനുള്ള, കാരണം നമുക്ക് എല്ലാവരും മനുഷ്യരാണല്ലോ, ആ മനുഷ്യർക്കൊക്കെ തെറ്റ് പറ്റാറുണ്ട്. ആ തെറ്റുകളെ കൃത്യമായി തിരുത്തി അതിന് ശരിയായ ഒരു മാർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാലകശക്തിയായിട്ടാണ് മാധ്യമങ്ങൾ പൊതുവായ ഒരു സമീപനം എന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ ഭരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ പോലും പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന എത്രയോ മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ വിമർശിക്കുന്നില്ലേ? അപ്പോൾ അതൊരു വിമർശനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി കാണുന്നത്. ഇപ്പം കൈരളി വിമർശിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, അല്ലെങ്കിൽ ജയ് ഹിന്ദ് വിമർശിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കഴിയുന്നില്ല. പക്ഷേ അവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ടാകാം. അത് ജയ് ഹിന്ദിനുണ്ടാവാം, ജനം TV-ക്ക് ഉണ്ടാവാം, കൈരളി TV-ക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനുണ്ടാവാം, ഒക്കെ എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ 1-2 പേര് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവയൊക്കെ അതിനകത്ത് വസ്തുതയുണ്ടോ, വെദർ ദർ ആർ ഫാക്ട്സ്, ആ ഫാക്ട്സ് ഉണ്ടെങ്കിൽ ആ ഫാക്ട്സ് നമ്മൾ തിരുത്തി പോകേണ്ടതല്ലേ? പക്ഷെ അതാണ് എനിക്ക് ആദ്യത്തെ ഒരു പറയാനുള്ളത്. ഡോക്ടർ GV ഹരി, അതായത് ശ്രീ MP രാജേഷ് പറഞ്ഞ കോർപ്പറേറ്റ് സംഘപരിവാർ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള പ്രവർത്തനം, ഇതൊന്നും താങ്കൾ കാണുന്നില്ല? അല്ല, അങ്ങനെയല്ല, അത് കാണുന്നില്ല എന്നുള്ളതല്ല. അങ്ങനെയുള്ള ചില മേഖലകളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ലാൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ റിപ്പബ്ലിക് TV-യെ സംബന്ധിച്ചിടത്തോളം കൃത്രിമമായി റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും 400 രൂപ അടക്കം, അല്ലെങ്കിൽ TV-കൾ സൗജന്യമായി കൊടുത്ത് മുഴുവൻ സമയം അവരുടെ TV ഓൺ ചെയ്ത് വെക്കാൻ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചില മേഖലകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് നമുക്ക് പറയാറില്ലേ, അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് ഈ TRP റേറ്റിംഗ് കൂട്ടുന്നത്
വരുന്നത് അല്ലെങ്കിൽ ബാർക്കിൻ്റെ റേറ്റിങ്ങിനകത്ത് വരുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചില മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ചില ദേശീയ മാധ്യമങ്ങൾ അത്തരത്തിൽ ചിലരുടെ സ്വാധീനത്തിൽ വഴങ്ങി ചില കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നത് ഞാൻ കാണാതെ പോകുന്നില്ല. തീർച്ചയായിട്ടും അതും ഞാൻ കണ്ടു തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. ശരി, ശ്രീ KVS ഹരിദാസ്, എന്താണ് ശ്രീ MP രാജേഷ് കൃത്യമായി ഇവിടെ ഊന്നി പറഞ്ഞ ആ പോയിന്റുകൾക്കുള്ള മറുപടി? ഡോക്ടർ GV ഹരി കൂടി അതിനെ ഏത് രീതിയിലാണ് പിന്തുണച്ചത്, അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതെന്നുള്ളത് താങ്കൾ കേട്ടു. താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല ലാലെ, എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇത്തരം ഒരു വിഷയം കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ മാധ്യമങ്ങൾ പുലർത്തുന്ന സമീപനം സൂക്ഷ്മമായിട്ട് സമഗ്രമായിട്ട് എപ്പോഴെങ്കിലും വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇതിപ്പോൾ കൈരളി തുടങ്ങി വെച്ച ചർച്ചയ്ക്ക് കാരണങ്ങളുണ്ടാവാം, കൈരളിയുടേതായ കാരണങ്ങളുണ്ടാവാം, രാഷ്ട്രീയമായ താല്പര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകാം, ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരം ഒരു ചർച്ച നല്ലതാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ അത് ഗുണകരമാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രാജേഷ് സൂചിപ്പിച്ച വിഷയങ്ങൾ, ഇവിടെ 2014 തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ രാജേഷേ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഒട്ടെല്ലാ മാധ്യമങ്ങളും മോഡിക്കെതിരായിരുന്നു, BJPക്കെതിരായിരുന്നു. വിരലിലെണ്ണാവുന്നവ ഒഴിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അന്ന് BJP അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശ്രദ്ധ വച്ചത്. ഒരർത്ഥത്തിൽ മോഡിയുടെ 2014 വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിയും എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തത് കൊണ്ട് കൂടിയാണ്. അതവിടെ നിൽക്കുന്നു. ഇന്ന് കാര്യങ്ങൾ പലതും മാറിയിട്ടുണ്ടാകാം, മാധ്യമങ്ങളുടെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകാം. ഇന്നും ഞാൻ കാണുന്നത് ഇന്ത്യയിൽ സ്വാഭാവികമാണ് ഒരു ഭരണകക്ഷി വിമർശിക്കപ്പെടണം. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനത്തിന് വിധേയമാകുന്നത് പലപ്പോഴും BJP നേതൃത്വം നൽകുന്ന സർക്കാരുമാണ്. അതിൽ ആശയക്കുഴപ്പമോ ഭയാശങ്കയോ ഒന്നുമില്ല. അതിനെ തരണം ചെയ്യണം. അതിനെ തരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട് സ്വീകരിക്കണം. ഇവിടെ വേറൊരു കാര്യം രാജേഷ് സൂചിപ്പിച്ചത്, ഈ കോർപ്പറേറ്റ് താല്പര്യം, മഴവിൽ സഖ്യം, ഇതൊക്കെ ഈ കോർപ്പറേറ്റ് താല്പര്യത്തിന് എതിരാണ് CPM എന്നൊക്കെ പറയാൻ പറ്റും രാജേഷേ. നിങ്ങൾക്കൊക്കെ വെറുതെ കവലയോഗങ്ങളിൽ പ്രസംഗിക്കാം. പലപ്പോഴും ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങാതെ വരുമ്പോഴല്ലേ അതിനെ എതിർക്കുന്നത്. റിലയൻസുകാരൻ കേരളത്തിൽ വന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, റിലയൻസ് അംബാനിയുടെ ടെലിഫോൺ ഓപ്പറേഷൻസ് തുടങ്ങുന്ന സമയത്ത് അന്ന് അനിൽ അംബാനിയാണ് അതിൻ്റെ മേധാവി. രണ്ടുപേരും ഒന്നിച്ചുള്ള കാലഘട്ടത്തിലാണ്. കൊച്ചിയിൽ പത്രസമ്മേളനത്തിൽ അനിൽ അംബാനി വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലാണ് എന്നാണ്. റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ വന്നപ്പോൾ കൊച്ചി നഗരസഭ ഭരിച്ചിരുന്ന CPMൻ്റെ കീഴിലല്ലേ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റുകൾ തുറന്നത്. അപ്പോൾ ചില വേളകളിൽ നിങ്ങൾ റിലയൻസിന് അനുകൂലമാണ്, ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ലാലേ, നമ്മളെ വിഴിഞ്ഞം പദ്ധതിയെ ഇവർ എതിർത്തു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലപാട് മാറ്റി വിഴിഞ്ഞത്തിന് അനുകൂലമായ സമീപനം എടുത്തില്ലേ? അവിടെ അദാനിയുടെ താല്പര്യത്തിന് ഒത്ത് നീങ്ങാൻ CPM തയ്യാറായിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കൃത്യമാണ്. ശ്രീ KVS പറയാനുള്ള പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു. ഞാൻ ഒരു സംശയം കൂടി അങ്ങയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ മറ്റതിഥികളിലേക്ക് പോവാം. എനിക്കുള്ള 1-2 സംശയങ്ങളിൽ ഒന്ന്, ഈ ഇപ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ CPM-ന് ഉണ്ട് എന്ന് KVS പറയുമ്പോൾ രാജേഷിൻ്റെ അഭിപ്രായത്തെ, രാജേഷ് പറഞ്ഞ ആ പ്രതികരണത്തെ താങ്കൾ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. കോർപ്പറേറ്റ് താല്പര്യമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നത്, അത് സംഘപരിവാറിൻ്റെ താല്പര്യമാണ്, അത് ഇടതുപക്ഷ വിരുദ്ധതയാണ് എന്ന് രാജേഷ് പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിൽ. ശ്രീ KVS. അല്ല ലാലെ,
BJPയുടെ സമീപനം കോർപ്പറേറ്റുകൾക്കെതിരല്ല, പബ്ലിക് സെക്ടറിലാണ് എല്ലാം വേണ്ടത് എന്നുള്ള നിലപാടും BJPക്കില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ വ്യവസായം വളർത്തേണ്ടത്, വാണിജ്യം വളർത്തേണ്ടത്, എല്ലാ മേഖലകളിലും എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം എന്നത് പ്രഖ്യാപിത നയമാണ് BJP. അത് മാധ്യമ വ്യവസായം എന്നുള്ളത് കൂടിയാണോ KVS ഉദ്ദേശിച്ചത്? മാധ്യമത്തെ ഒരു വ്യവസായമായി കാണരുതെന്നും അത് നാലാം തൂണായി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുമാണെന്നാണ് CPM പറയുന്നത്. രാജേഷ് ഇപ്പോൾ അതാണ് വിശദീകരിച്ചത്. ലാലെ, വ്യവസായമാകുമ്പോൾ, വാണിജ്യമാകുമ്പോൾ അതിൻ്റേതായ താല്പര്യങ്ങളുണ്ടാകും. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം, സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അത് മാധ്യമരംഗത്തായാലും ശരിയാണ്, കോർപ്പറേറ്റുകളുടെ മറ്റ് മേഖലകളിലാണെങ്കിലും ശരിയാണ്. അതിൻ്റേതായ ഭരണതലത്തിലും ജുഡീഷ്യൽ സംവിധാനത്തിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അതിന് അവർക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കണോ എന്നല്ല അതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമല്ല BJPയുടെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരി നമുക്ക് ഈ താത്വികമായ ഒരു തലത്തിൽ നിന്ന് നമുക്ക് കേരളത്തിൽ എന്താണ് കൃത്യമായി നടക്കുന്നത് ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിൽ നമ്മൾ അങ്ങനെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ KJ ജേക്കബ്, എന്താണ് ശരിക്കും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായത്? അക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ KVSഉം ഡോക്ടർ ഹരിയും ഒക്കെ പറയുന്ന ഒരു ലിബറൽ വിത്തിൻ കോട്ട് അങ്ങനെയുള്ളൊരു നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇതിലൊക്കെ ഒരു ഉദാര സമീപനം ആവശ്യമുണ്ടോ? മാധ്യമങ്ങൾ തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പാരമ്യത്തിൽ കേരളത്തിൽ എത്തിയിരിക്കുന്നു, സംഘപരിവാറിൻ്റെയും കോർപ്പറേറ്റ് താല്പര്യത്തിൻ്റെയും പുറത്ത് എന്ന് CPMO രാജേഷ് ഈ ചർച്ചയിലോ പറയുന്നതിനോട് താങ്കൾ എങ്ങനെ കാണുന്നു? എനിക്കിതിൻ്റെ അകത്ത് ശ്രീ KVS ഹരിദാസ് പറഞ്ഞതിന്റെ ബാക്കി പറയുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ പണ്ട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇപ്പം നരേന്ദ്രമോദിക്ക് ഒപ്പമാണ് മാധ്യമങ്ങൾ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രണ്ടാമത്, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റൈസേഷനും അനുകൂലമാണ്, മാധ്യമങ്ങൾ അങ്ങനെ ആകുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതവിടെ നിലനിർത്തിക്കൊണ്ട് വേണം ബാക്കി ചർച്ചയിലേക്ക് നമ്മൾ പോകാൻ. കേരളത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്നത്, ഇതിനു മുമ്പേ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർന്നൊരു കാര്യം, രണ്ട് കോടതി വിധികൾ അല്ലെങ്കിൽ രണ്ട് കോടതി ഒബ്സർവേഷൻസ് ഞാനിവിടെ പറയാം. ഒന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നാണ് വന്നത്. അത് ഡോക്ടർ ശശി തരൂർ കൊടുത്ത ഒരു ഹർജിയിലാണ്. അദ്ദേഹത്തെ സത്യത്തിൽ റിപ്പബ്ലിക് TV വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഡൽഹിയിൽ വന്ന് ഇറങ്ങിയാൽ ഉടനെ ബൈക്കുമായി ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മറ്റേ കൊലപാതകത്തിന് മറുപടി പറയുന്നില്ല, മർഡറർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം കോടതി ചെന്ന് ചോദിച്ചു, ആത്മഹത്യ എന്ന് പ്രോസിക്യൂട്ടിംഗ് ഏജൻസി പറയുന്ന ഒരു കാര്യത്തിൽ പ്രതിയല്ലാത്ത എന്നെ എന്തുകൊണ്ടാണ് മർഡറർ എന്ന് വിളിക്കുന്നത് എന്നുള്ളതായിരുന്നു ശശി തരൂരിന്റെ ചോദ്യം. കോടതി പറഞ്ഞത് അന്വേഷണത്തിന് സാങ്ക്ടിറ്റി എല്ലാവരും മാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ റിപ്പബ്ലിക് TVയുടെ ആള് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞത്, തെളിവുകൾ നോക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് തെളിവ് നോക്കാനാണ്, അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കോൺഗ്രസ്സുകാർ നല്ലപോലെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇന്ന് മാധ്യമങ്ങൾ കേരളത്തിൽ ഇപ്പൊ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു അന്വേഷണം, ഒരു ക്രൈം നടന്നിട്ടുണ്ട്, കള്ളക്കടത്ത് എന്നുള്ള ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈമിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അന്വേഷണ ഏജൻസികൾ 3 അന്വേഷണ ഏജൻസികൾ അതിൽ ഇൻവോൾവ് ആണ്. അത് എന്താണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഭാവനയിൽ നിന്നുണ്ടാകുന്ന കഥകൾ ഓരോ ദിവസവും എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്, അവരതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. ഒരു വാർത്തയുടെ കൺസ്യൂമർ എന്ന നിലയ്ക്ക് എന്നോട് മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ അതിക്രമമാണെന്നാണ് എന്റെ പ്രശ്നം. അവരുടെ ഭാവനയിൽ നിന്ന് അവർ പറയുകയാണ്, അതായത് തിരുവനന്തപുരത്തെ ലോക്കറിൽ നിന്ന് കിട്ടിയ പണം വടക്കാഞ്ചേരി പദ്ധതിയിൽ നിന്ന് കിട്ടിയ കമ്മീഷനാണ് എന്ന് പറഞ്ഞതിന് വാർത്ത പിന്നെ അതിന്റെ പുറത്ത് അനാലിസിസ് വരികയാണ്. എന്താണ് ED പറയുന്നത്? അത് കള്ളക്കടത്തിൽ നിന്ന് കിട്ടിയ പണമാണ്. ഇവരാരെങ്കിലും എന്നോട് മാപ്പ് പറഞ്ഞു? വായനക്കാരൻ നിലയ്ക്ക് എന്നോട് പറഞ്ഞു. അതാണ് എന്റെ ഒരു വാർത്തയുടെ ഒരു പത്രപ്രവർത്തന നിലയ്ക്ക് മാത്രമല്ല, അൾട്ടിമേറ്റ്ലി ഞാനൊരു എഡിറ്റർ ആയിരിക്കുമ്പോഴും ഞാൻ വാർത്തയുടെ കൺസ്യൂമർ കൂടിയാണ്. എനിക്ക് തരുന്ന ഫാക്ട്സ് ഇവര് ഫാക്ട് ആണ് തരുന്നത് എന്നുള്ളതാണ് ഞാൻ അസ്യൂം ചെയ്യുക. ബേസിക്കലി ഞാൻ അതാണ് അസ്യൂം ചെയ്യുക. അപ്പൊ എന്നോട് പറയാനുള്ള ഉത്തരവാദിത്വം, സത്യം പറയാനുള്ള ഉത്തരവാദിത്വം, ഞാൻ ശ്രീ KVS ഹരിദാസ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. അതായത് ജനം TVക്ക് അവരുടെ അജണ്ട ഉണ്ടാവും, കൈരളി TVക്ക് അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പറയുന്നതില്ല, നിങ്ങൾക്ക് സ്ക്യൂഡ് ആയിട്ട് പറയാം, അതായത് നിങ്ങളുടെ ഭാഗം മാത്രം പറയാം. കൈരളി TVയെ സംബന്ധിച്ചുള്ള CPM അനുകൂലമായിട്ട് വാർത്തകൾ മാത്രം പറയാം.
പക്ഷെ നിങ്ങൾ UDF-ന് എതിരായി തെറ്റായ വാർത്തകൾ പറയാൻ പാടുണ്ടോ? എനിക്ക് അതാണ് പലപ്പോഴും ഇത്തരം പ്രധാനപ്പെട്ട വസ്തുതകളെ മറച്ചു വെക്കുക. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഐഫോൺ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ബഹളമായിരുന്നു. എനിക്കത് ആ ചർച്ച കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു സമൂഹത്തോട് ഒരു ചെറിയ സമ്മാനം കിട്ടിയപ്പോൾ അതിന്റെ പുറത്താണ് ഒരു നാട് മുഴുവൻ ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് കോവിഡ് ഉങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വസ്തുതകൾ ജനങ്ങളോട് പറയുക, പ്രധാനപ്പെട്ട വസ്തുതകൾ ജനങ്ങളോട് പറയുക, അതിൽ സത്യം പറയുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മാധ്യമത്തിന്റെ ധർമ്മം പുലർത്തുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതിഭീകരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ. ഞാൻ സ്ഥിരം ഫേസ്ബുക്കിൽ എഴുതാൻ മണൽ കൊണ്ട് കയറി വിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കഥകൾ ഉണ്ടാക്കുക. അത് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതിന് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തും. അതുവരെ കാത്തു നിൽക്കാതെ ഇതിപ്പോ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതിനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് വഴിതെറ്റുന്നു എന്നുള്ളതാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് അനുസരിച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അവർ വസ്തുതകളുടെ പുറകെ പോവുകയാണ്. ഉണ്ടെങ്കിൽ അവർ ആൾക്കാരെ പിടിക്കും, അറസ്റ്റ് ചെയ്യും, ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കും. മാധ്യമങ്ങൾ പറയുന്ന സൂചനകൾ വെച്ചിട്ട് അവർക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ സ്വീകരിക്കുന്നില്ല എന്ന് വന്നുകൊണ്ടും അന്വേഷണ ഏജൻസികളുടെ മെക്കെട്ട് കയറുക, അവരൊന്നും കൊള്ളാത്തവരാക്കി മാറ്റുക. ഇവരാണോ അറിയുക ആ കാര്യങ്ങൾ? ഞാൻ ഇന്നും കണ്ടു കുറെ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. ഇവർക്ക് എവിടുന്നാണ് ഈ ഫാക്ട്സ് കിട്ടുന്നത്? ഇതിനകത്തൊന്നും ഫാക്ട് ഇല്ല. സ്വന്തം ഭാവനയിൽ നിന്ന് നാട്ടുകാരോട് പറയുന്ന നുണകളാണ് ശരിയായ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും വലതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും BJP ആയാലും നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന പ്രശ്നം മാധ്യമങ്ങൾ അസംബന്ധങ്ങൾ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കോർപ്പറേറ്റൈസേഷനേക്കാളും വലിയ പ്രശ്നമാണ്. കാരണം കോർപ്പറേറ്റൈസേഷൻ അതിൻ്റെതായ ഒരു ലോജിക് ഉണ്ട്, നമുക്ക് വായനക്കാരന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് നടത്തുന്നില്ല എങ്കിൽ അത് ജനാധിപത്യത്തിന് വളരെ പ്രശ്നമാണ്. പൗരൻ എന്ന നിലയ്ക്ക്, വാർത്തകളുടെ കൺസ്യൂമർ എന്ന നിലയ്ക്ക് എന്റെ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. അതാണ് പരമപ്രധാനമായ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ KJ ജേക്കബ്. ശ്രീ ലാൽകുമാർ, ഒരുപക്ഷെ വാർത്തയുടെ 100% കൺസ്യൂമർ എന്ന് പറയാവുന്ന ഈ പാനലിലെ ഒരു പാനലിസ്റ്റ് താങ്കളാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ KJ ജേക്കബിന് 100% എന്ന് പറയാൻ പറ്റുമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. നമ്മളെല്ലാവരും കൺസ്യൂമർ ആണെങ്കിൽ കൂടി ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ലേബിൾ അല്ലാതിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളുടെ ഭാഗമായി താങ്കൾ എല്ലാ ദിവസവും ചാനലുകളിൽ വരാറുണ്ട് എങ്കിൽ കൂടി ആ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുക? പറയുക. ഞാൻ KJ ജേക്കബ് സാറ് പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങാം, നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. KJ ജേക്കബ് സാറ് പറഞ്ഞതിനകത്ത് ഒരുപാട് വസ്തുതകളുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു നുണ പറയുന്നു എന്ന് പറയുന്ന മാധ്യമം അത് കോർപ്പറേറ്റിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം വാട്ട് ഈസ് കോർപ്പറേറ്റിസം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ലക്ഷ്യം? പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി കള്ളത്തരം പറയുന്ന ഒരു സമൂഹമായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണിനെ ക്ഷീണിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ വാദം. ഇവിടെ നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എടുത്ത് നോക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി ശിവശങ്കർ അല്ലെങ്കിൽ സ്വപ്ന, ഇതാണ് ഇവിടുത്തെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വിഷയം. സത്യം പറഞ്ഞാൽ ശിവശങ്കർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നമ്മുടെ മുന്നിലുണ്ടോ? ഒറ്റ സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നമ്മുടെ മുന്നിലുണ്ടോ? സ്വപ്ന പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പബ്ലിക് ഫോറത്തിലുണ്ട്. അതിനെ നമ്മളങ്ങ് എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബലൂൺ വൽക്കരിച്ച് പിന്നെ നമ്മളങ്ങ് ചർച്ചയോട് ചർച്ചയാണ്. ഇപ്പോഴത്തെ പൊസിഷൻ കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് മാത്രം പറയുന്നില്ല, ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണോ ചർച്ച നടത്തുന്നത്? ഈ പോയിന്റ് അങ്ങ് വിടാം, സ്വർണ്ണക്കടത്ത് അങ്ങ് വിടാം. ഇതിപ്പോൾ രാഷ്ട്രീയപരമായ ഒരു വിഷയമാണെന്ന് നമുക്ക് വിചാരിക്കാം. ഒരല്പം പുറകോട്ട് പോയി കോവിഡിലേക്ക് എടുക്കാം. കോവിഡ് എടുത്തിട്ട് ഞാൻ പല തവണ കണ്ടിട്ടുണ്ട് ചാനൽ അവതാരകൻ, ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ താങ്കളെപ്പോലുള്ള ആൾക്കാർ, താങ്കളെ ഞാൻ ഉൾപ്പെടുത്തിയല്ല പറയുന്നത്, ഉൾപ്പെടുത്താനും മടിയില്ല. എന്താ ചെയ്യുന്നത്? ഒരു ഡോക്ടർ അപ്പുറത്തിരിപ്പുണ്ടായിരിക്കും. അദ്ദേഹം MBBS കഴിഞ്ഞ് MS കഴിഞ്ഞ് അല്ലെ ലണ്ടനിലോ അമേരിക്കയിലോ ഒക്കെ പോയി പഠിച്ച ഒരാളായിരിക്കും. കോവിഡിനെ കുറിച്ച് RNA വൈറസിൻ്റെ ഫോർമേഷനെ കുറിച്ചും അതിൻ്റെ മ്യൂട്ടേഷനെ കുറിച്ചും പറയുമ്പം ഈ അവതാരകൻ ഈ പ്രസ് ക്ലബ്ബിൽ പോയി പഠിച്ച ഡിഗ്രി ഉള്ള ഒരാൾ, മാധ്യമ പ്രവർത്തനത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ ഈ ഡോക്ടറോട് കൗണ്ടർ ചെയ്യുക ഈ കോവിഡ് കൊറോണ വൈറസിനെ കുറിച്ച്. എന്ത് എക്സ്പെർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്? സാമ്പത്തിക രംഗം വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉണ്ടാവും, അദ്ദേഹത്തെ പറഞ്ഞു തോപ്പിക്കും. എന്നിട്ട് ഒരു ഹെഡ്ലൈനാണ് അവതാരകൻ മറ്റേ ആളെ പൊളിച്ചടുക്കി. ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. വസ്തുതകൾ അറിയാൻ വയ്യാതെ എന്തേലുമൊക്കെ പറയാം. അപ്പം ഒന്ന് ആലോചിച്ച് ഈ സമൂഹത്തോട് ചെയ്യുന്ന എന്ത് ദ്രോഹമാണ് യഥാർത്ഥത്തിൽ ആ കോവിഡ് കാലത്ത് ഈ ഡോക്ടറെ പൊളിച്ചടുക്കിയ അവതാരകരുള്ള ഈ നാട്ടിൽ. ഇത് അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒന്നാമത്തെ കാര്യം, ഈ കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
മാധ്യമങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി സ്പെഷ്യൽ റൈറ്റ് ഇല്ല. ആർട്ടിക്കിൾ 19(1)A കീഴിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമാണ്. എനിക്കുള്ള പൗരാവകാശം പോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കീഴിൽ നിൽക്കുന്ന സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കീഴിലുള്ള അതേ അധികാരങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. ആർട്ടിക്കിൾ 19(2)ലുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് എല്ലാം ഇവർക്ക് ബാധകമാണ്. ഇവർ ഒരിക്കലും അത് ചെയ്യാറില്ല. അടുത്ത ഉദാഹരണം ഞാൻ പറയാം. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായി. സെക്രട്ടേറിയറ്റിൽ എങ്ങനെയോ തീപിടുത്തം ഉണ്ടാകട്ടെ, ഇവിടുന്ന് കുറെ മാധ്യമപ്രവർത്തകർ ഓടി സെക്രട്ടേറിയറ്റിനകത്തോട്ട് കയറുക. ഈ മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിനകത്തോട്ട് കയറാൻ എന്താണ് അധികാരം? വാട്ട് ഈസ് ദ ലെജിറ്റിമേറ്റ് റൈറ്റ് ഫോർ ദം? ഒരധികാരമില്ല. അതിന്റെ കസ്റ്റോഡിയൻ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറയോ അവിടെ കയറണോ വേണ്ട എന്ന്. അപ്പൊ ഇവർ പറയുന്നതെന്നറിയോ? മാധ്യമ സ്വാതന്ത്ര്യത്തിന് ലംഘനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലയോ വേറെ ആരേലും ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി കയറാവോ? ഞാൻ അന്ന് ചോദിച്ചാണ്, നിങ്ങൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിലോ വേറെ എവിടെയെല്ലായിരുന്നു വെടിവെച്ചു വന്നേ അവർ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം മാധ്യമ സ്വാതന്ത്ര്യത്തെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇവിടെ ചർച്ച നടത്തുക. ഇതൊരു ഭീകര വിഷയമാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് KJ ജേക്കബ് സാർ പറഞ്ഞ് നിർത്തിയെടുത്തു തന്നെയാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവായിട്ടാണ്. അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് എന്താ പ്രയോജനം? അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ പ്രോഫിറ്റ് ആണ് ലക്ഷ്യം. ആ പ്രോഫിറ്റ് ആണ് മാർക്കറ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ പിണറായി വിജയനും സ്വപ്നയും എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ അതിന് പൈസയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന വേറെന്തെങ്കിലും ആയിരിക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ സ്ട്രെച്ച് നിർത്താം. മാധ്യമ പ്രവർത്തകർ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഒരു അപകടം എന്നറിയോ? മാധ്യമ പ്രവർത്തകർക്ക് നമ്മുടെ സമൂഹത്തിന്റെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഈ റെയിൽവേ കോർപ്പറേറ്റൈസേഷൻ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ കോർപ്പറേറ്റൈസേഷൻ നടക്കുന്ന പോലെ അല്ല. പ്രോഫിറ്റ് മോട്ടീവിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ വഴിതെറ്റിക്കാൻ പറ്റും. GB ഹരിയുടെ ഒരു കാര്യം പറയാം. ഒരു 1, 2, 3 വർഷമായി റിപ്പബ്ലിക് ചാനലില് കോൺഗ്രസിന് പോകാൻ പറ്റിയിട്ട് കാര്യം സമ്മതിക്കത്തില്ല. അതേ അവസ്ഥയാണ്. എന്നുവെച്ചാൽ പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റാത്ത, ശബ്ദം ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഇരിക്കട അവിടെ എന്ന് അവതാരകൻ പറയുന്ന രീതിയിലേക്ക് ഇന്ത്യൻ മാധ്യമരംഗം മാറി. GB ഹരി ഒന്ന് സപ്പോർട്ട് ചെയ്തു. പക്ഷെ കുഴപ്പം GB ഹരിയുടെ നേതാക്കന്മാർക്ക് അവിടെ പോയി സംസാരിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ അവരെ ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. ബഹിഷ്കരിച്ച് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ ശബ്ദം ഉയർത്താൻ പറ്റാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് പോകുന്നത്? പോകാൻ പാടില്ല. ശരിയുമാണ്. അങ്ങനെ രാഷ്ട്രീയ നിലപാടും ഉണ്ടാവണം. ശരി, ശ്രീ MP രാജേഷ്, ഇപ്പോൾ GB ഹരിയും KVS ഹരിദാസും പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് അതിൻ്റെ കൃത്യമായ CPM പറയുന്ന രാഷ്ട്രീയം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചുവോ എന്നോ അഭിപ്രായമുണ്ടോ? ശ്രീ KJ ജേക്കബും ശ്രീ ലാൽകുമാറും ഒരുപക്ഷെ അതിനെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രശ്നം മാധ്യമങ്ങൾ ഇവിടെ ഒരു അജണ്ടയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് ഈ പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് എല്ലാവർക്കും കിട്ടി എന്നൊരു തോന്നലുണ്ടോ? അതിനെ താങ്കൾ ഒന്നുകൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രോഫിറ്റ് മോട്ടീവ് മാത്രമാണോ കോർപ്പറേറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയും അടിവരയിടുകയുമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമല്ല. CPIM ചൂണ്ടിക്കാണിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പുരോഗമന ആശയങ്ങളോടുമുള്ള ശത്രുത, അങ്ങേയറ്റത്തെ പിന്തിരിപ്പൻ പ്രതിലോമ സ്വഭാവം, വർഗീയ മനോഭാവം, ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങളുടെ പ്രത്യേകതയാണ്. ദരിദ്രരോടുള്ള പുച്ഛം, സാധാരണ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തമസ്കരിക്കാനോ അവഗണിക്കാനോ ഉള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം, ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കാണണം. കേവല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമായിട്ട് നമ്മളതിനെ കാണരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിൽ KVS പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് വക്താവ് ഹരി ഇവിടെ പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ് ആകെ റിപ്പബ്ലിക് ചാനൽ മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമല്ല. അദ്ദേഹം ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നെഹ്റുവിൻ്റെ കാലത്തെ മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ വിശ്വസിച്ച് വശായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്ത എന്നത് ഒരേ സമയം ഒരു ചരക്കാണ്. ഒപ്പം വാർത്തയോടൊപ്പം അവർ വീക്ഷണം സൃഷ്ടിക്കുന്നുണ്ട്, ഒരു പൊതുജനാഭിപ്രായം നിർമ്മിക്കുന്നുണ്ട്. ആ പ്രക്രിയയെക്കുറിച്ച്, അതിലൂടെ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന രാഷ്ട്രീയ ദൗത്യം എന്താണ് എന്നതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ചോംസ്കിയും ഹെർമൻ ഗുഡ്ഡക്റ്റും ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകം സമ്മതിയുടെ നിർമ്മിതി, മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന പുസ്തകം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, നമ്മൾ ഇതുപോലൊരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അതില്
വളരെ സവിസ്തരം തന്നെ പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുകൂലമായി പൊതുജനാഭിപ്രായത്തെ നിർമ്മിക്കുന്നത് ലോകത്താകെ എന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ 95% കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് നമ്മൾ കാണണം. ഒരു റിപ്പബ്ലിക് TV മാത്രമല്ല. അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെ ധരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 95% മാധ്യമങ്ങളുടെയും ഉടമസ്ഥത കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ കാണണ്ടേ. ആരാണ് ഇന്ന് അല്പമെങ്കിലും ഫെയർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാവുന്ന മാധ്യമങ്ങൾ? ചില സമാന്തര മാധ്യമങ്ങളാണുള്ളത്. ഒരു വയർ ഉണ്ടാവാം, ഒരു കാരവൺ ഉണ്ടാവാം, അതുപോലെ സമാന്തര മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാനും ചില മാധ്യമങ്ങൾ ഉണ്ടാവാം. മറ്റേത് മാധ്യമമാണ് അങ്ങനെ ഫെയർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? അല്പമെങ്കിലും ഫെയർ ആണ് എന്ന് തോന്നുന്ന ഏത് മാധ്യമത്തെയാണ് കേന്ദ്ര സർക്കാർ വേട്ടയാടാതിരുന്നിട്ടുള്ളത്? NDTVയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. രാജീവ് സർദേശായിക്ക് തല്ല് നേരിട്ട് കൊള്ളുന്ന അനുഭവം വരെ ഉണ്ടായി. നേരിട്ട് തല്ലിയല്ലോ അദ്ദേഹത്തെ. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കൺമുമ്പിൽ നടന്ന അനുഭവമാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് റിപ്പബ്ലിക് TV മാത്രമേ കുഴപ്പമുള്ളൂ. ഞാൻ 1-2 കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ശ്രീ GV ഹരികുടി, ഞാൻ ശ്രീ KVS ഹരിദാസ് എനിക്ക് സംഘപരിവാറിൽ താരതമ്യേന റീസണബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന മതിപ്പും ബഹുമാനവും ഉള്ള ഒരാളാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞു ഞങ്ങൾ കോർപ്പറേറ്റുകൾക്കൊപ്പമാണ്, അതുകൊണ്ട് അതിലൊരു തെറ്റ് കാണുന്നില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എങ്ങനെയാണ് അടുത്ത കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അങ്ങേയറ്റം അപ്രധാനമാക്കുകയോ പൂർണ്ണമായും അവഗണിക്കുകയോ അപ്രസക്തമായ പ്രശ്നങ്ങൾ, അസംബന്ധങ്ങൾ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കൂടി പങ്കെടുത്തൊരു ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒപ്പ് വിവാദം. നോക്കൂ, നമ്മുടെ സാധാരണഗതിയിൽ ഞാൻ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞു, NS മാധവന്റെ കഥയിൽ ഒരു എഡിറ്റർ ഉണ്ട്, ചുള്ളിയാട്ട്. അതുപോലെ നട്ടലുള്ള ഒരു എഡിറ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാർത്ത 4 കീറി ചുരുട്ടി മടക്കി ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുമായിരുന്നു എന്ന ചർച്ചയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ എഡിറ്റർ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താ ചെയ്തത്? ഒരു ദിവസം മുഴുവൻ ആഘോഷിച്ചു എന്ന് മാത്രമല്ല, പ്രൈം ടൈമിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുകയും ചെയ്തു. എല്ലാ ടെലിവിഷൻ ചാനലുകളുടെയും പ്രൈം ടൈം ചർച്ച. ഇതിനേക്കാൾ വലിയ അസംബന്ധം, ഒരു അശ്ലീലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യം മറ്റെന്താണ്? എപ്പോഴാന്ന് ഓർക്കണം, ഇന്ത്യയുടെ GDP ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടപ്പോൾ, ലോകത്തെ പ്രധാന സമ്പദ്ഘടനകളിൽ ഏറ്റവും വലിയ തകർച്ച, ഇന്ത്യയുടെ GDP 24% GDP തകർച്ച നേരിട്ട സന്ദർഭത്തിലാണ് ഈ ഒപ്പുവിവാദം നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഞാനിത് ഉന്നയിച്ചപ്പോ അവതാരകൻ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ള വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. GDP തകർച്ച എന്നത് എൻ്റെ എന്തോ വേണ്ടപ്പെട്ട വിഷയം എന്ന നിലയിലാണ്. GDP തകരുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? കോടിക്കണക്കിന് ആളുകളുടെ പണി പോവുക എന്നുള്ളതാണ് അർത്ഥം. അവരുടെ വരുമാനം ഇല്ലാതാവുക എന്നുള്ളതാണ് അർത്ഥം. അവർ പട്ടിണിയിലാവുക എന്നുള്ളതാണ് അർത്ഥം. അല്ലാണ്ട് GDP തകരുക എന്ന് പറഞ്ഞാൽ വേറെന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്നുള്ളതല്ലല്ലോ. ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാവുക. അരനൂറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ, തൊഴിലിൽ, വരുമാനത്തിൽ, ഉപജീവന മാർഗങ്ങളിൽ വന്ന സമയത്ത് ഒപ്പിനെ കുറിച്ച് ചർച്ച ചെയ്ത ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് ഓർമ്മിക്കണം. കോവിഡ് മഹാമാരി നമ്മളെല്ലാം ഭയപ്പെടുത്തുന്ന നിലയിൽ പറന്നു പിടിക്കുമ്പോൾ ഈ കഴിഞ്ഞ 97 ദിവസം എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ കോവിഡിനെ കുറിച്ച് ചർച്ച ചെയ്തു? എത്ര ദിവസം ചർച്ച ചെയ്തു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിരലിലെണ്ണാവുന്ന 3-4 ദിവസം, അതിലപ്പുറമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ 95 ദിവസവും ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഒരേ വിഷയമല്ലേ? മനം പുരട്ടലുളവാക്കുന്ന നിലയല്ലേ? മനം പുരട്ടലല്ലേ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? പറഞ്ഞത് തന്നെ വീണ്ടും പറയുക, തിരിച്ചും മറിച്ചും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ ഇവിടെ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാസങ്ങളായിട്ട് ആളുകൾ ജീവഭയം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ, പണിക്ക് പോകാൻ കഴിയാതെ, വരുമാനമില്ലാതെ ആളുകൾ ജീവിക്കുന്ന ഒരു കാലത്ത് ഇതെന്തെങ്കിലും ഇവരുടെ കൺസേൺ ആയിരുന്നോ? ഇതെന്തെങ്കിലും ഇവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന കാര്യമാണോ? എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, വാർത്ത ഒരു ചരക്കായിട്ട് മാറുക മാത്രമല്ല ചെയ്യുന്നത്, അതൊരു രാഷ്ട്രീയായുധം കൂടിയാണ് എന്നാണ്. ഈ 95 ദിവസം മാത്രം ഒരു പാഠപുസ്തകമായിട്ട് എടുക്കേണ്ടതാണ്. എങ്ങനെ മാധ്യമ പ്രവർത്തനം പാടില്ല എന്നതിന്റെ പാഠപുസ്തകമായിട്ട് എടുക്കേണ്ടതാണ്. ഡോക്ടർ GV ഹരി, ഒരുപക്ഷെ നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ മഴവിൽ സഖ്യത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. അതിന് ഇപ്പോൾ ഇവിടെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ നിങ്ങൾ? അതോ നിങ്ങൾക്കും ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള മനം പുരട്ടുന്ന, വീണ്ടും വീണ്ടും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത എന്ന് രാജേഷ് പറയുന്ന, അതല്ലെങ്കിൽ മറ്റു പലർക്ക് കോർപ്പറേറ്റിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ എതിർക്കുന്ന
ടൈറ്റിലുകളിലുള്ള ചർച്ചകളുമായി വരുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാണേണ്ടി വരുമോ? എന്താണ് ഡോക്ടർ ജി വി ഹരി അക്കാര്യത്തിലുള്ള ഉത്തരം? ഞാൻ രാജേഷ് ഇത് പറയുന്നതിന് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. രാജേഷ് കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നതാണ്. രാജേഷിനോട് ഞാനൊരു പുസ്തകം പറയാം, ദ ഡെത്ത് ഓഫ് ദ വൈ. ആൻഡ്രിയ ബെസിറ്റയുടെ ഈ പുസ്തകം അങ്ങൊന്ന് വായിക്കണം. ഈ ലോകത്ത് മുഴുവൻ ഇപ്പോൾ താങ്കൾ പറയുന്നതാണ് സംഭവിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ എല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറയുന്നൊരു സമീപനം എല്ലാ കോർപ്പറേറ്റ് സർക്കാരുകളും ഉന്നയിക്കുന്ന ഒരു സമീപനമാണ്. അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ നിന്നുണ്ടാകുമ്പോഴാണ് ആളുകൾ അതിശയിക്കുന്നത്. താങ്കളെപ്പോലെ എം പി ആയി താങ്കളെപ്പോലെ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഈ മാധ്യമങ്ങളൊക്കെ കുഴപ്പമാണ്, മാധ്യമങ്ങളിലെല്ലാം കുഴപ്പക്കാരാണ്, അവരെല്ലാം ചർച്ച ചെയ്യുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് എന്ന് പറയുന്നതിനോട് ഇത് കേട്ടുന്ന ഈ പൊതുജനങ്ങൾ താങ്കളെ എങ്ങനെ കാണും എന്നുള്ളൊരു സംശയം കൂടി. ജി വി ഹരി, ഒന്ന് താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇപ്പോൾ ശ്രീ കെ ജെ ജേക്കബും ശ്രീ ലാൽകുമാറും ഉൾപ്പെടെ എല്ലാവരും താങ്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ താങ്കളെടുത്ത നിലപാടിനെ അവർ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ശ്രീ ശശി തരൂരിനെ ചൂണ്ടിക്കാട്ടി, റിപ്പബ്ലിക് ടിവിയെ മാത്രം താങ്കൾ കുറ്റപ്പെടുത്തുന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് എന്താണ് ഈ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞല്ലോ, അതിന് മറുപടി ഞാൻ കൃത്യമായിട്ട് അപ്പം തന്നെ പറഞ്ഞല്ലോ. ചില ചാനലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പൊതുവായിട്ട് രാജേഷ് പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്, ഞാനതല്ല പറയുന്നത്. ചില മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അതെന്തുകൊണ്ട് ലാലും അതോടൊപ്പം തന്നെ താങ്കൾ കേട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ശേഷമാണ് അവർ പ്രതികരിച്ചത്. ഞാനത് കൃത്യമായി പറഞ്ഞു ലാൽ, ഞാനത് കൃത്യമായി പറഞ്ഞതിന് ശേഷം തന്നെയാണ് അവരുടെ മറുപടിയിലേക്ക് താങ്കൾ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എന്താ അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യം എന്താ? ഈ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ സമൂഹം ഇത്തരത്തിൽ മുന്നിട്ട് വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ വൈ എന്ന ചോദ്യം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ആരാ നിങ്ങളോട് ചോദിക്കുന്നത്? ഭരണകർത്താക്കളോട് ചോദിക്കുന്നത്. അത് ചോദിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനാണ് ഇവിടെ മാധ്യമങ്ങളുള്ളത്. അതിനകത്ത് ഞങ്ങൾക്കകത്ത് അത്രയൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ രാജേഷ് ഉന്നയിക്കുന്നത് എല്ലാ കാലത്തും CPM ഉന്നയിച്ചിട്ടുള്ളതാണ്. എപ്പോഴാണോ മാധ്യമങ്ങൾ CPMന് പ്രതികൂലമായി പറയുന്നത് അപ്പോഴൊക്കെ മാധ്യമങ്ങൾക്കെതിരെ മാധ്യമ സിൻഡിക്കേറ്റ് അടക്കം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ചരിത്രമാണ്. പക്ഷേ ആ മാധ്യമ സിൻഡിക്കേറ്റ് CPMന് ഗുണമേ ചെയ്തിട്ടുള്ളൂ. CPM ഇന്ന് ഭരിക്കുന്നത്, ഇന്ന് അധികാരത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ഈ മാധ്യമ സിൻഡിക്കേറ്റാണ്, അതിൻ്റെ ആ ഒരു തലമാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിലയിരുത്തൽ കൊണ്ടുവന്നാൽ അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതൊരു ലോട്ടറി ആയിരുന്നു. 2016 ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് ഈ CPM അധികാരത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു ലോട്ടറിയാണ്. മാധ്യമ സിൻഡിക്കേറ്റ് ശ്രീ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ്റെ നിലപാടുകളെ സഹായിക്കുന്ന ചില ആളുകൾ അച്യുതാനന്ദന് സഹായകമായി വന്നപ്പോൾ അതിൻ്റെ ഗുണം ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്തൊരു സംശയം അക്കാര്യത്തിൽ എനിക്കില്ല. കാരണം അത് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മാധ്യമ സിൻഡിക്കേറ്റ് എന്നും മറ്റ് പദങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങളെ, അത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞൊരു അതിശയമില്ല. എപ്പോഴൊക്കെ CPMനെതിരായി ഒരു വ്യത്യസ്തമായ ശബ്ദമുയരുന്നുവോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ അപ്പോഴൊക്കെ ഇതേ പല്ലവി തന്നെയാണ് CPM എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ശ്രീ ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്റിന്റെ സമിതി പറഞ്ഞിരിക്കുന്നത് ചാനൽ റേറ്റിംഗ് ഉയർത്താൻ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച്, മാധ്യമ ധാർമ്മികതയെ സംബന്ധിച്ച്, ഈ പക്ഷപാതപരമായ പ്രചാരണങ്ങൾ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളോട് നടത്തുന്നതിനെക്കുറിച്ച്, വാർത്താ റിപ്പോർട്ടിങ്ങിലെ അപജയത്തെക്കുറിച്ച്, ഇതൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യണം എന്നാണ് ശശി തരൂർ അധ്യക്ഷനായ സമിതി ചർച്ച ചെയ്യണം എന്നാണ് ഇപ്പോൾ കാർത്തിക് ചിദംബരം ഉൾപ്പെടെയുള്ള ആ സമിതിയിലെ അംഗങ്ങൾ, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അതിപ്പോൾ ഗൗരവമായി എടുത്തിട്ടുണ്ട്, അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസ് പറയുന്ന ആ ഒരു അഭിപ്രായം കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഡോക്ടർ ജി വി ഹരിയെ പോലുള്ളവർക്കോ കോൺഗ്രസിനോ ഇല്ലേ? അല്ല, ഞാൻ അത് പറഞ്ഞല്ലോ ലാൽ. അതായത് ഇത് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായമല്ല എനിക്കുള്ളത്. ചില മാധ്യമങ്ങൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അത് അന്നതുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? അതാണ് ചോദ്യം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ചർച്ച നേരത്തെ KVS പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ചർച്ച നിങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കൈരളി ചാനൽ പോലൊരു ചാനൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചില പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്, അതില്ലെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജയ്ഹിന്ദിനുണ്ടാവും, അതോടൊപ്പം ജനം TV-ക്ക് ഉണ്ടാവും. അങ്ങനെ ആ താല്പര്യം എന്താണെന്നുള്ളതും കൂടി താങ്കൾ പറഞ്ഞു. താല്പര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏത് പക്ഷത്തേക്കാണോ, ഏത് രാഷ്ട്രീയ പക്ഷത്തേക്കാണോ നിൽക്കുന്നത് ആ പക്ഷത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമല്ലോ. മാധ്യമങ്ങൾ അങ്ങനെയാണോ? മാധ്യമങ്ങൾ അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ അങ്ങനെ ആകരുതെന്നാണ് ഞാൻ പറയുന്നത്. ആ മാധ്യമങ്ങൾ അങ്ങനെ ആകരുതെന്ന് മാത്രമല്ല, നിങ്ങൾ അതിനൊരു മാതൃക കാണിക്കുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ അതിനൊരു മാതൃക കാണിക്കുമോ? അതാണ് നേരത്തെ ജേക്കബ് സാർ ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ അതിന് അടിവരയിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്താണ് ഞാൻ പറയുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഫോൺ കിട്ടി എന്ന് പറഞ്ഞത്, രമേശ് ചെന്നിത്തലയ്ക്ക് ഫോൺ കിട്ടിയത് മാത്രമല്ല, കേരളത്തിലെ പല ആളുകൾക്കും അത്തരത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉള്ള പെറ്റി അല്ലെങ്കിൽ വളരെ പെറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്കൊരു നോട്ടീസ് കയ്യിൽ കിട്ടിയാൽ, പണ്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊന്നുണ്ടായിരുന്നു, ജേക്കബ് സാറൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളായിട്ടാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തി കൃത്യമായ രേഖകൾ ആളുകൾ
ആളുകളുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തിട്ടുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ, ദേശീയ തലത്തിൽ അംഗീകാരം നേടി വന്നിട്ടുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉള്ള, പരിണിതപ്രജ്ഞരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുള്ളതാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് നമുക്ക് കയ്യിൽ കിട്ടുന്നൊരു നോട്ടീസിലുള്ള ആളുകൾ അവർ വന്നിട്ടുണ്ടോ, ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ അതുവഴി അച്ചടിച്ചു വിടുന്ന ആളുകൾ നമുക്കിടയിൽ ഇന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ മാധ്യമ ധർമ്മം അതെന്നെ ഒരു മാതൃകയാകാൻ കൈരളിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇത് കഴിഞ്ഞ് നാളെ ഏതെങ്കിലും ഒരു വാർത്തയിൽ വരുന്ന പിശകിനെ കുറിച്ചോ അത് തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. അടിസ്ഥാനപരമായി ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ താഴെയിടാനും അതിന്റെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും അധിക്ഷേപിക്കാനും ദിവസങ്ങളോളം ഇവിടെ ഇപ്പോൾ ശ്രീ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കോവിഡിനെ കുറിച്ചുള്ള ചർച്ചയില്ല, GDP കുറിച്ചുള്ള ചർച്ചയില്ല. നിങ്ങൾ പോലും ദേശീയ തലത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നില്ല എന്നതൊരു പരാതിയായി പോലും പറയുന്നില്ല എന്നിടത്താണ് നിങ്ങൾക്ക് ഇതിൽ ഏത് ഭാഗത്താണ് നിലനിൽപ്പ് എന്നുള്ളത് ചോദ്യമായി വരുന്നത്. അല്ല, കോവിഡ് പോലെ തന്നെ പ്രധാനമല്ലേ രാജ്യത്തെ അഴിമതി എന്ന് പറയുന്നത്? സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പുറത്തു വരുന്ന അഴിമതി എന്ന് പറയുന്നത് കോവിഡിന് പോലും തുല്യമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്, അതിനകത്ത് അങ്ങനെയുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നിരന്തരമായി ഉണ്ടാകുമ്പോൾ അതല്ലേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ KVS, താങ്കളിലേക്കൊന്ന് വന്നിട്ട് ഞാൻ രാജേഷിലേക്കൊന്ന് പോയിട്ട് വരാം. ശ്രീ KVS, ഇപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കോർപ്പറേറ്റ് വൽക്കരണം, സംഘപരിവാർ വൽക്കരണം എന്ന കാര്യത്തിൽ താങ്കൾ ഒരു സമ്മതം അറിയിച്ചതിനെ രാജേഷ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞത് കൈരളി തുടങ്ങി വെച്ച ചർച്ചയ്ക്ക് ചില കാരണം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അത് GV ഹരി ആവർത്തിക്കുന്നതും കേട്ടു. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ലേ, ഞാൻ അതിലേക്ക് വരാനില്ല അല്ലേ, അത് വന്നേ പറ്റുള്ളൂ, അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഈ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ മാധ്യമ സമൂഹത്തിലെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള ഒരു ഇടതുപക്ഷ മനസ്സ്, ഇടതുപക്ഷ സ്വാധീനം, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ വിരുദ്ധത, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എത്രയോ തവണ ഇവിടുത്തെ എല്ലാ ചാനലുകളും ഒരു നോൺ ഇഷ്യൂ എന്ന് തോന്നുന്ന, അതേ സമയത്ത് BJP വിരുദ്ധമായ വിഷയം എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരല്ലേ, സംസാരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് നിശ്ചയിക്കപ്പെടുന്ന എന്താണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് അതാത് പത്രസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചാനലുകളുടെ അകപ്പുറങ്ങളിലാണെങ്കിൽ പോലും ഇതിനെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മാറ്റം വരുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ഇപ്പോൾ രാജേഷിൻ്റെയും CPMൻ്റെയും ഒക്കെ ഒരു അങ്കലാപ്പുണ്ടല്ലോ. ആ അങ്കലാപ്പിന് കാരണം അവരുടെ കൈപ്പിടിയിൽ നിന്നിരുന്ന ചില കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള തോന്നലല്ലേ? എൻ്റെ ഒരു വിലയിരുത്തലാതാ. അത് രാജേഷൻ വിശകലനം ചെയ്യട്ടെ. കാരണം നമ്മൾ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളെ ദൈനംദിനം കാണുന്നതാണ്. അങ്ങനെ അത് എങ്ങനെ മാറുന്നു എന്നാണ് താങ്കളുടെ ഒരു അനുമാനം? അത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയല്ലോ, നരേന്ദ്രമോദി തുടക്കത്തിൽ ഭരണത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാനലോ 2 ചാനലോ ഒഴിച്ചു ബാക്കി ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന തലത്തിലേക്ക് ദേശീയ തലത്തിലെ മാധ്യമങ്ങളെല്ലാം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എങ്ങനെയാണ് ആ മാജിക് ഉണ്ടായത് എന്നാണ് താങ്കൾ കാണുന്നത്? ഇതേ മാറ്റം കേരളത്തിലും കണ്ടു തുടങ്ങിയെന്ന് താങ്കൾ പറയുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ വിചാരം? ഞാൻ അങ്ങനെയല്ല ലാലെ കാണുന്നത്. ഇപ്പോൾ രാജേഷ് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സൗഭാഗ്യമുണ്ട് എന്നാണ് രാജേഷ് പറഞ്ഞത്. കാരണം ഇടതുപക്ഷമുണ്ട്, സെക്കുലറിസത്തിൻ്റെ അടിവേരുകളുണ്ട്, ഇതൊക്കെ കൊണ്ട് ഈ സംഘപരിവാർ അജണ്ട നടപ്പിലാകുന്നില്ല എന്ന്. ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മാധ്യമ സമൂഹത്തിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു വലിയ സ്വാധീനമുണ്ട്. ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഒരു BJP വിരുദ്ധതയുടെ ആധിപത്യം ഉണ്ടായിരുന്നു ഇവിടെ, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോഴും മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുണ്ട്. പക്ഷേ രാജേഷ് പറഞ്ഞല്ലോ, കേരളത്തിൽ നിങ്ങൾ ഇതേ വർത്തമാനം ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ചും പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ.
ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾക്ക് കാലുകുത്താൻ പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞു നടന്നിരുന്നു. ഇപ്പൊ ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ചും നിങ്ങൾ പറയുന്നില്ല, കേരളത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആ രാഷ്ട്രീയവും കൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടതുണ്ട്. വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ രാഷ്ട്രീയം മറന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുണ്ട്. പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത്, അങ്ങനെ അനവധി ഘട്ടങ്ങളിൽ നമ്മളൊന്ന് പിന്നാക്കം തിരിഞ്ഞു നോക്കൂ. ഗവൺമെൻറ് എടുക്കുന്ന ഏത് നടപടിയും നമ്മൾ പരസ്യമായിട്ടിരുന്ന് ന്യായീകരിച്ചിട്ടില്ലേ, പിന്തുണച്ചിട്ടില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എനിക്ക് രാജേഷിനെ പോലുള്ളവരൊക്കെ ചാനലുകളിൽ വരുമ്പോൾ നമ്മളൊക്കെ വീട്ടിലിരുന്നാണെങ്കിൽ പോലും ആ ചർച്ചകൾ ആസ്വദിക്കാറുണ്ട്, CPM-ൻ്റെ യുവ നേതാക്കന്മാർ പലരും. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഇവരൊക്കെ വല്ലാത്ത പ്രതിരോധത്തിലാകുന്നത് പോലെ തോന്നുന്നു. വല്ലാത്ത പ്രതിരോധത്തിൽ വന്നിട്ട് ആങ്കർമാരുടെ നേരെ ആക്രമിക്കുന്നു. ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണോ എന്ന് ആദ്യമേ തന്നെ ഉന്നയിക്കുന്നു. ആ നിലയിൽ പരിഭ്രമിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടില്ലേ? ശ്രീ KVS, പക്ഷേ ഇതേ പരാതി തന്നെ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ കാര്യത്തിലേക്കുള്ള ചർച്ച വരുമ്പോൾ BJP-ക്ക് ഇതേ പരാതിയുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മുരളീധരന്റെ കാര്യത്തിൽ സ്മിതാ മേനോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇതേ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രശ്നമാണെന്ന് BJP പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ തങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്നാണോ ശ്രീ KVS പറയുന്നു? CPM-ഉം അങ്ങനെ പറയുന്നു, BJP-യും അങ്ങനെയാണ്, കോൺഗ്രസും അതിൽ വ്യത്യസ്തമാകില്ല എന്ന നിലപാടാണോ താങ്കൾക്ക്? ഇത് അല്ല, രാഷ്ട്രീയ പ്രശ്നമല്ലേ ലാലെ? പ്രതിരോധത്തിലാകുന്ന സമയത്ത് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന CPM-ൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണത്തെക്കുറിച്ച് ലാൽ ചോദിച്ചല്ലോ നേരത്തെ. എന്നോടല്ല, ലാലിനോടാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നണേ. ഞാൻ അദ്ദേഹത്തിനെ വിമർശിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ മറ്റാരേക്കാൾ നന്നായിട്ട് എനിക്കും മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ല. പക്ഷേ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നു. ഇതുപോലെ ദുർബലനായിട്ട് നിങ്ങളെ എന്താ മാധ്യമങ്ങളോട് കേണപേക്ഷിക്കുന്ന മട്ടിൽ സംസാരിക്കുന്ന ഒരു CPM സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എനിക്ക് സംശയമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ നമുക്കൊക്കെ മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ CPM ചെന്ന് പെട്ടിട്ടുള്ള ഒരു വലിയ ആഴത്തിലുള്ള പ്രതിസന്ധി ഉണ്ടല്ലോ, അത് പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്, CPM ആണ് വിലയിരുത്തേണ്ടത് എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ദയനീയ അവസ്ഥയിൽ എത്തിയിട്ടുള്ള മറുപടി പറയട്ടെ, രാഷ്ട്രീയമായ ഉത്തരം അവർ പറയട്ടെ. പക്ഷേ അക്കാര്യത്തിൽ അവരെ ആവശ്യത്തിലധികം ആക്രമിക്കുന്ന ഒരു സ്വഭാവം മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിടിച്ച് അവർ ഒരു കൂട്ടായ ഒരു സഖ്യമുണ്ടാക്കി രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ കൂടെയൊക്കെ നിന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊരു അഭിപ്രായത്തിൽ താങ്കൾ എവിടെ നിൽക്കും? ലാലെ, ഞാൻ അങ്ങനെ ഒരു കൂട്ടായ ഇപ്പം മനോരമയും ഏഷ്യാനെറ്റും അതുപോലെ ജനം TV-യും 24 ഇവരൊക്കെ പരസ്പരം മത്സരിക്കുന്നവരല്ലേ? അവർ ഒന്നിച്ച് ഒരു ഗൂഢ പദ്ധതി ഉണ്ടാക്കി ഒരു സർക്കാരിനെതിരായിട്ട്, ഒരു പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്നു എന്ന് കേരളത്തിൽ ഇരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം കൂടി ലാലിൻ്റെ ഇന്നത്തെ മാതൃഭൂമി പത്രം ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഇന്നലെ ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ ശിവശങ്കർ കസ്റ്റംസിന് കൊടുത്തു എന്ന് പറയുന്ന മൊഴിയാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ തലപ്പത്തുള്ളത് കോർപ്പറേറ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അതും ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷത്തിൻ്റെ പേരിൽ MP ആയിട്ടുള്ള ഒരാൾ കൂടിയല്ലേ. അവരെന്താ പറയുന്നേ ശിവശങ്കറിനെ ഉദ്ധരിച്ചുകൊണ്ട്? ഞാനത് വിജയിച്ച പിണറായി വിജയൻ ഒന്നും അറിയില്ല. ഞാൻ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് കഴിയില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ KVS ഹരിദാസ്.
ശ്രീ പക്ഷേ രാജേഷ്, ഇത്തരത്തിലുള്ള ശ്രീ ജി ഒരു വി ഹരിയും വികലമായ ശ്രീ കെ ജി എസും വാർത്ത പറഞ്ഞ ആ വന്നാൽ- കാര്യത്തിലുള്ള ഒരു മിനിറ്റ്, താങ്കളുടെ പ്രതികരണം കേട്ടിട്ട് മിനിറ്റ്. എനിക്ക് ശ്രീ കെ ജെ ജേക്കബിനോട് കൃത്യമായി ഇപ്പോൾ ശ്രീ കെ വി എസ് പറഞ്ഞ ഒരു കാര്യത്തിനോടൊരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ശ്രീ രാജേഷ്. ലാലെ, എനിക്കൊരു ഞാൻ അതിനു മുമ്പ് ഒരു സെക്കൻഡ് വസ്തുതാപരമായിട്ടുള്ള കാര്യത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഞാൻ വരാം ശ്രീ കെ വി എസ്. രാജേഷ് ഒരു സെക്കൻഡ് താങ്കൾ പൂർത്തിയാക്കൂ. കെ വി എസ് പൂർത്തിയാക്കൂ. ശരി ശരി ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത, തെറ്റായ വാർത്ത വന്നാൽ അത് തിരുത്തേണ്ടതാരാ, തിരുത്തിക്കേണ്ടതാരാ? ബി ജെ പിക്ക് എതിരായിട്ടാണ് വന്നതെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ക്ലാരിഫിക്കേഷനുമായിട്ട് രംഗത്ത് വരണം. സി പി എമ്മിനെതിരായിട്ടാണ് വന്നെങ്കിൽ സി പി എം അതിന് വരണ്ടേ? അതിന്ന് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ശരി. ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നാൽ തിരുത്തപ്പെടണം. അത് തിരുത്തിക്കാനുള്ള ചുമതല അതാത് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ശ്രീ എം പി രാജേഷ്, ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ സി പി എമ്മിനെതിരായി വരുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സി പി എമ്മിന്റെ വക്താക്കളുടെ സ്ഥാനത്തുള്ള ഒരാളാണ് താങ്കൾ. താങ്കൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് എന്നാണ് കെ വി എസ് ഒക്കെ ചോദിക്കുന്നത്. അതിനു മുമ്പ് നേരത്തെ വസ്തുതാപരമായി ഞാൻ പറഞ്ഞതിലൊരു പെശക് ഞാൻ തന്നെ തിരുത്തട്ടെ. മാനുഫാക്ചറിംഗ് കൺസെന്റ് ചോംസ്കിയുടെ കൂടെ ഓതർ എന്ന് പറഞ്ഞ എഡ്വേർഡ് ഹെർമനാണ്. ഞാൻ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ട്. അതെ അതെ അത് ഹെർമൻ എന്ന് മനസ്സിൽ വന്നപ്പോൾ അങ്ങനെ വന്നു പോയത് എഡ്വേർഡ് ഹെർമനാണ്. അപ്പോൾ അത് തിരുത്തട്ടെ. പിന്നെ ഹരിയോട് പറയാനുള്ളത് അദ്ദേഹം ധരിച്ചിട്ടുള്ള എന്തോ ഒരു മോശം പുസ്തകമാണെന്നാണ്. അത്ര മോശം പുസ്തകമൊന്നും അല്ല എന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള മാധ്യമ വിമർശനങ്ങളിൽ ഒന്നാണത്. ആ മാധ്യമ വിമർശനം മാത്രമല്ല, അത് അതിനപ്പുറം പ്രാധാന്യമുള്ള ഒന്നാണ്. അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അത് മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഉചിതമല്ല എന്ന് മാത്രം വായിക്കുന്നത് നല്ലതാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല അത് എന്റെ സ്വാതന്ത്ര്യം. ഞാൻ ഏതെല്ലാം നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഏതെല്ലാം വായിക്കുന്നുണ്ടെന്നുള്ളത്? അങ്ങനെയൊന്നും ഒരു ചർച്ചയിൽ അഭിപ്രായം പറയുന്നത് മര്യാദയല്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഒരു ചർച്ചയിൽ അഭിപ്രായം പറയുന്നത് മര്യാദയല്ല. ഇവിടെ ഇപ്പോൾ കെ വി എസ് ഒക്കെ മറ്റേ മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇവിടെ രണ്ടു കൂട്ടരും പറഞ്ഞ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം മാധ്യമങ്ങളുടെ ഗുണഭോക്താക്കളായിരുന്നു എന്നാണ്. ഇതിനേക്കാൾ വലിയ അസംബന്ധം മറ്റെന്താണുള്ളത്? ഒരു കാലത്തും മാധ്യമങ്ങളുടെ ഗുണഭോക്താക്കളായിരുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ ശത്രുതയോടെ വേട്ടയാടിയിട്ടുള്ളവരാണ് ഇടതുപക്ഷം. ലാവ്ലി ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാധ്യമ വിമർശനം ഏറ്റവും കൂടുതൽ നിരന്തരമായി നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അഭേദ്യമായ ഭാഗമാണ് മാധ്യമ വിമർശനം എന്നുള്ളത്. ഇനി കെ വി എസ് പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാ പ്രതിസന്ധിയിലും ഒരുമിച്ച് നിന്നില്ലേ എന്നാണ് കെ വി എസ് ചോദിച്ചത്. കെ വി എസ് പ്രളയം വന്നപ്പോൾ ഒരുമിച്ചാണോ നിന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും പ്രളയം എന്നത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഉണ്ടായ ദൈവത്തിന്റെ ശിക്ഷയാണ് എന്നും രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് താങ്കളെന്ന് മറന്നുപോകരുത്. നാട് മുഴുവൻ പ്രചരിപ്പിച്ചതും അന്നത്തെ വോയിസ് ക്ലിപ്പുകളും വീഡിയോ സന്ദേശങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആസൂത്രിതമായി പ്രചരിപ്പിച്ചവരാണ്. കേരളം മുഴുവൻ ഒരുമിച്ചൊന്നും നിന്നു എന്നൊന്നും ഇപ്പൊ പറയല്ലേ. ആളുകൾക്ക് അത്ര ചെറിയ ഓർമ്മയല്ല ഉള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയുണ്ടായി, ഈ മാധ്യമങ്ങൾ എല്ലാവരും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നു, എന്നാൽ അദ്ദേഹം പറയുന്നു ചിലർ മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ 95% ഉടമസ്ഥത കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. CPIM മാത്രമല്ല മാധ്യമ വിമർശനം നടത്തിയതെന്ന് അദ്ദേഹം ദയവായിട്ട് മനസ്സിലാക്കണം. സുപ്രീം കോടതി നടത്തിയ മാധ്യമ വിമർശനം അധികം കാലം മുമ്പല്ല, 1 മാസം മുമ്പാണ് ഉണ്ടായത്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞതെന്ന് ഞാൻ മുഴുവൻ ആവർത്തിക്കുന്നില്ല. എത്ര രൂക്ഷമായിട്ടുള്ള മാധ്യമ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകളുടെ അസംബന്ധത്തെക്കുറിച്ച്, ആ ചർച്ചയിൽ അവതാരകർ പെരുമാറുന്നതിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് ഈ കേരള ഹൈക്കോടതി 2 മാസം മുമ്പാണ് പറഞ്ഞത്. ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കേരള ഹൈക്കോടതി പറഞ്ഞെന്താണെന്നറിയാമോ? കിംവദന്തികൾ പ്രചരിപ്പിക്കരുത്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം, ചിലരുടെ പ്രതിച്ഛായ തകർക്കാൻ, ചിലരെ കോർണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കരുത്, തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. തെറ്റായ വാർത്ത കൊടുത്ത് പിന്നീട് തിരുത്തിയാലും അത് എല്ലാവരും അറിയണമെന്നില്ല. ഒരുപാട് ആളുകൾ ഈ തെറ്റായ വാർത്ത വിശ്വസിച്ചു പോകും. എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് കേരള ഹൈക്കോടതി 1 മാസം മുമ്പ് നടത്തിയത്? ഈ കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ചാണ് നടത്തിയിട്ടുള്ളത്. ആന്ധ്ര ഹൈക്കോടതി ഒരു കേസ് മാധ്യമ വിചാരണ നടത്താൻ പാടില്ല, അന്വേഷണം നടക്കുമ്പോൾ എന്ന് വിധിച്ചത് അടുത്ത കാലത്താണ്. മഹാരാഷ്ട്ര ഹൈക്കോടതി സമാനമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് ശ്രീ KJ ജേക്കബ് പറഞ്ഞു, CPIM മാത്രമാണോ മാധ്യമ വിമർശനം നടത്താത്തത്?
ഇനി മാധ്യമങ്ങളെല്ലാം വളരെ ഫെയറാണ്, അപൂർവം ചിലരൊഴിച്ചാൽ എന്ന് പറയുന്ന കോൺഗ്രസ് വക്താവ് മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് റാഫേൽ ഇടപാട് ഏറ്റെടുത്തപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന്. ഒരൊറ്റ പത്രം മാത്രമാണ് അത് ഉന്നയിക്കാൻ തയ്യാറായത്, അത് ഹിന്ദു പത്രമാണ്. അതിനുശേഷം പിന്നെ മോദി ഗവൺമെന്റ് ഒരു പരസ്യവും ഹിന്ദുവിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി നടത്തിയ മാധ്യമ വിമർശനമെങ്കിലും കോടതികളുടെ വേണ്ട, CPIM-ന്റെ തീരെ വേണ്ട, രാഹുൽ ഗാന്ധി നടത്തിയ മാധ്യമ വിമർശനമെങ്കിലും, ശശി തരൂർ പറഞ്ഞതും വേണ്ട, അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു ഇതെല്ലാം പറയുന്ന സമയത്ത്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഈ മാധ്യമങ്ങളെ മുഴുവൻ വരുതിയിൽ നിർത്തിയിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ലെങ്കിലും ദേശീയ തലത്തിൽ എടുക്കുന്ന പല നിലപാടുകൾക്കും വിരുദ്ധമാണ്. ഇവിടെ പൂർണ്ണമായും സംഘപരിവാർ വിധേയത്വമാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രണ്ടുപേരും ഒരുമിച്ച് പറയുന്നത് മാധ്യമങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല എന്ന് രണ്ടുപേരും ഒരുമിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് എന്നെ പറയാൻ അനുവദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് കേരളത്തിലെ ടെലിവിഷൻ ചാനലിന്റെ പത്രാധിപരും പറഞ്ഞു, ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിച്ചോ, അധികാരത്തിലിരിക്കുന്നവരോട് ചോദിച്ചോ. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോ 47,272 കോടി രൂപ GST വകമാറ്റി എന്ന് CAG റിപ്പോർട്ട് ചെയ്തില്ലേ? ഗുരുതരമായിട്ടുള്ള ആക്ഷേപമല്ലേ? കേരളത്തിൽ ഏത് മാധ്യമം ആ ചോദ്യം ചോദിച്ചു? അത് ഒരു ദിവസമെങ്കിലും ചർച്ചയായോ? 8,000 കോടി കേരളത്തിന് കിട്ടാനിരിക്കുകയാണ് GST നഷ്ടപരിഹാര തുക. കുടിശ്ശികയാണ് 8,000 കോടി. കോവിഡ് കാലത്ത് കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് എല്ലാം കൂടി കൊടുക്കാനുള്ളത് 3 ലക്ഷം കോടിയാണ്. ഏതെങ്കിലും ഒരു മാധ്യമം, ഇന്ത്യയിലെ മാധ്യമം പോട്ടെ, കേരളത്തിലേതെങ്കിലും ഒരു മാധ്യമം ആ ചോദ്യം ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? വേറൊന്ന്, ഇവിടെ ഇപ്പൊ ലൈഫിലെ കമ്മീഷനെ കുറിച്ച് 3 മാസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. 22,000 കോടിയാണ് വോഡാഫോൺ കേസിൽ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടേണ്ട നികുതി കേസിൽ തോറ്റുകൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ്. 22,000 കോടി ഖജനാവിലേക്ക് നഷ്ടാണ്. 2 കോടിയുടെ നഷ്ടത്തെക്കുറിച്ച് 3 മാസം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ 10 മിനിറ്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? 22,000 കോടി പ്രണാബ് മുഖർജിയുടെ കാലത്ത് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ പോയത്, അതിനുശേഷം ആർബിട്രേഷൻ ലണ്ടനിൽ പോയത് എന്ന് ഓർക്കണം. അത് തോറ്റു. വോഡാഫോൺ 22,000 കോടി ലാഭം, രാജ്യത്തിന് നഷ്ടം. ചർച്ച ചെയ്തോ? ചോദ്യങ്ങൾ ചോദിച്ചോ? ഇനി വേറൊരു ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇറ്റാലിയൻ നാവികരുടെ കേസുണ്ടായി ഇല്ലേ? ഈ പാവപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നതാണ്. ആ കേസ് തോറ്റത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതിൽ എന്തെങ്കിലും ചോദ്യം നിങ്ങൾ ഉന്നയിച്ചില്ല പോട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായോ? അത് ഉന്നയിച്ചത് CPIM മാത്രമാണ്. ഒറ്റ രാഷ്ട്രീയ പാർട്ടി അത് ഉന്നയിച്ചുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ദിവസമെങ്കിലും അത് ചർച്ചയാക്കിയോ? 3 മനുഷ്യരുടെ ജീവന് അതിന് ഉത്തരവാദികളായിട്ടുള്ള പ്രതികൾ രക്ഷപ്പെട്ടു പോയത്. ഏത് ചോദ്യം ചോദിക്കുന്നു എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് ലോകത്തിരുന്നു കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, ശ്രീ KJ ജേക്കബ്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾക്കും താങ്കൾക്ക് പ്രതികരണങ്ങളും ഉണ്ടാകും, അതിനോട് പറയാനുണ്ടാകും, കൂട്ടിച്ചേർക്കാനെങ്കിലും ഉണ്ടാകും. താങ്കൾ നേരത്തെ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ നടന്ന ചർച്ചയെക്കുറിച്ച് വരെ പറഞ്ഞു. ഈ മണൽ കൊണ്ട് കയറ് വിരിക്കുന്നത് പോലെ എന്നുള്ളതൊക്കെ ഉദാഹരണങ്ങളായി പറഞ്ഞു. എത്രത്തോളം പരാജയമാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ചൂണ്ടിക്കാട്ടി. ഒരുപക്ഷെ സ്വയം വിമർശനപരമായി തന്നെ നമ്മളെല്ലാവരും ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാനൊരു കാര്യം ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ രാജേഷ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെ താത്വികവൽക്കരിച്ച് പറയുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൃത്യമായി നമ്മൾ ചില മാധ്യമങ്ങളെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ, ഒരു പ്രമുഖമായ മാധ്യമം ഇന്നലെ കൊച്ചിയിൽ നടന്ന PT തോമസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, പണം വാങ്ങി അല്ലെങ്കിൽ പണം കൊടുക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരനായി നിന്നതിന് ശേഷം PT ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന വാർത്ത. ഇതൊരു ഇടതുപക്ഷ MLA-യോ ഇടതുപക്ഷ നേതാവോ ആണ് ചെയ്തിരുന്നതെങ്കിൽ, MP-യോ ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നലെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട പത്രം അതിനെ കാണുക എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നുണ്ട്. ഇന്നലത്തെ ആ വാർത്ത ഇങ്ങനെ ഒരു ചെറിയൊരു, താങ്കൾ കണ്ടു കാണും, 2 കോളത്തിൽ അകത്തെ പേജിൽ വന്ന വാർത്ത, അന്വേഷണവുമായി ആദായ നികുതി വകുപ്പ്, പണം പിടിച്ച സംഭവം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇത് തന്നെ ഇതുപോലെ ഒന്നുകിൽ ഇത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് CPM-ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ കാണുക എന്നതാകാം, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്തതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റു വാർത്തകളോ ലൈഫുമായി ബന്ധപ്പെട്ട വാർത്തകളോ അങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയാം. എന്താണ് ശരി? ഇതിൽ എന്താണ് നടക്കുന്നത്? ഇത് തന്നെയാണോ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്? അതിൽ നമ്മൾ രണ്ടായിട്ട് കാണേണ്ടി വരും. ഇതിനകത്ത് വസ്തുതകൾ എവിടെയാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. സ്വർണ്ണക്കടത്തിൽ വസ്തുതകൾ എവിടെയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം.
ആർക്കാണ് സ്വർണം വന്നത്, ആരാണ് അത് അയച്ചത്, ആരാണ് അതിന്റെ ഗുണഭോക്താവ്, എന്താണ് ആ റാക്കറ്റ്. ആ ചോദ്യമാണ് നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അതാണ് അതിന്റെ ക്രൈം. ഇന്നലെ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്ത കുറ്റപത്രത്തിൽ പറഞ്ഞ ക്രൈം അതാണ്. 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ ഏകദേശം 21 പ്രാവശ്യം ഇവർ സ്വർണം കടത്തി വലിയ തോതിൽ പണം സമ്പാദിച്ചു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. ഇതിന്റെ പുറയിലുള്ള റാക്കറ്റുകൾ ആരാണ്, ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ്. ആ വസ്തുത നമ്മളോട് പറയുന്നതിന് പകരം സ്വന്തം ഭാവനയിൽ നിന്നുണ്ടാക്കി കഥകൾ പറയുന്നു എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തേതാണ് നിങ്ങൾ പറഞ്ഞത് പി ടി തോമസുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. അത് നമ്മൾ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ തന്നെ ശ്രീ പി ടി തോമസ് പല ചാനലുകളിൽ പറഞ്ഞ പല കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു ടെൻഷനും ഇല്ല. അതേസമയം ആലപ്പുഴയിൽ ഒരു CPM-ന്റെ അംഗം 70 രൂപ ഓട്ടോ കൂലി പിടിച്ചത് നാട്ടിൽ വലിയ വാർത്തയായിരുന്നു. ഇത് ഞാൻ പറയുമ്പം ഇത് സാധാരണഗതിയിൽ പറയുന്ന ആൾക്കാരോട് എനിക്ക് യോജിപ്പില്ലാത്തതാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത വേറൊരു ധാർമ്മികതയാണ് എന്നും കോൺഗ്രസിന്റെ MLA കള്ളപ്പണത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെ അല്ല ഒരു CPM-ന്റെ അംഗം കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈക്വലൈസ് ചെയ്യണം എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം അതാണ്. മാധ്യമങ്ങൾ എത്രത്തോളം അപകടകരമായാണ് അവരുടെ അജണ്ട നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ലാർജർ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ അപകടകരമായ എന്നാൽ എനിക്ക് വിയോജിക്കാൻ പറ്റാത്ത ഒരു ഒബ്സർവേഷൻ നടത്തി. അത് ഇതായിരുന്നു: നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ഏതായിരുന്നു കേസ്? തബ്ലീഗി സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോവിഡ് പരത്തിയത് അവരാണ് എന്നുള്ളതിന് പറഞ്ഞ് നാടുകൾ നമുക്കറിയാം, നാഷണൽ ടെലിവിഷനുകൾ മുഴുവൻ അതായിരുന്നു ആഘോഷം. അതിനെക്കുറിച്ച് അതിനെ എതിർത്തുകൊണ്ട് തബ്ലീഗുകൾ തന്നെ കോടതിയിൽ ചെന്നപ്പോഴും സുപ്രീം കോടതി അവരോട് സർക്കാരിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം കടലാസിൽ ഏതോ ഒരു ജൂനിയർ ഓഫീസർ എന്തോ എഴുതി കൊണ്ടു കൊടുത്തു. സുപ്രീം കോടതി അതിലും രൂക്ഷമായിട്ട് സർക്കാരിനെ വിമർശിച്ചു. ഈ ജൂനിയർ ഓഫീസർ അല്ലേ തരേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി തന്നെ ഞങ്ങളോട് പറയണം എന്താണ് നിങ്ങളുടെ നിലപാട് എന്നുള്ളത്. എന്നിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിചാരണകൾ ഈ നാട്ടിൽ നടക്കുന്നു, ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് എന്ന് പറയുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പണി ആൾക്കാരെ വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ജനങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ വസ്തുതകൾ, ശരിയായ വസ്തുതകൾ നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ജനം ടിവിയും ഒരു കൈരളി ന്യൂസും ഏഷ്യ അനന്തമായിട്ട് നമുക്ക് ഈ 360 ഡിഗ്രിയിൽ നിന്ന് കാര്യങ്ങൾ വരികയും ജനങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് സത്യം വേർതിരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ജനാധിപത്യം നിലനിന്ന് പോവുക. അപ്പൊ അതിന് പകരം സ്ക്യൂഡായിട്ട് അവിടുന്ന് ഇവിടുന്നും അസംബന്ധങ്ങൾ എടുത്ത് അത് വാർത്തയാക്കി നാട്ടുകാരുടെ അടുത്ത് മുമ്പോട്ട് വെക്കുമ്പം അതിന്റെ പ്രൊപ്പോർഷനായിട്ട് ഒന്നും പറയാതിരിക്കുമ്പോൾ, കോൺഗ്രസ് MLA നിയമലംഘനം നടത്തി എന്ന് വാർത്ത വന്നു കഴിയുമ്പോൾ അതിന് അയാളുടെ വിശദീകരണം മുൻപിൽ വരികയും CPM-ന്റെ അംഗം 70 രൂപ ഓട്ടോ കൂലി മേടിച്ചു എന്ന് പറയുമ്പോൾ അത് ആഘോഷമാക്കുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു മാധ്യമധർമ്മമുണ്ട്. അതൊന്ന്. രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞത്, ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. 300 കിലോഗ്രാം സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം കണക്ക്. ഇതിനെക്കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് മുഴുവൻ സ്വപ്നയുടെ ഐഡന്റിറ്റി കാർഡിൽ എങ്ങനെയാണ് കേരള സർക്കാരിന്റെ എംബ്ലം വന്നിട്ടുണ്ടെന്നുള്ളതല്ലേ നമ്മൾ എത്ര കാലം നമ്മൾ ചർച്ച ചെയ്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് സർക്കാർ തന്നെ അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഉത്തരവാക്കി പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച്. എന്നിട്ടും നമ്മൾ അത് നിരന്തരമായിട്ട് അതിനെക്കുറിച്ചാണ് ചർച്ച. എന്നിട്ട് എനിക്കത് വിരോധമില്ല കേട്ടോ, വിരോധം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത് സർക്കാരിന് വഴിതെറ്റിയാണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഉത്തരം പറയേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന്റെ ചെലവിൽ എന്തിനാണ് കഥകൾ എഴുതി വെക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ പുറത്ത് എന്തിനാണ് കഥകൾ എഴുതി വെക്കുന്നത്? നിലനിർത്താൻ പറ്റാത്ത കഥകൾ എന്തിനാണ് എഴുതി വെക്കുന്നത്? അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള വസ്തുതകൾക്ക് വേണ്ടി പോകാത്തത് എന്തുകൊണ്ടാണ്? വസ്തുതകൾ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് കൊടുക്കുക എന്നുള്ളത് സെക്കൻഡറി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഓമനക്കൂട്ടൻ എന്ന് പറഞ്ഞ ഒരു സഖാവിന്റെ 70 രൂപയുടെ അഴിമതി വലുതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എപ്പോഴെങ്കിലും പുറത്തു വരും. പക്ഷെ പ്രശ്നം വസ്തുതകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വസ്തുതകൾ മാറ്റിവെക്കപ്പെടുന്നു, അല്ലെങ്കിൽ വസ്തുതകൾക്ക് പകരം തെറ്റിദ്ധാരണകരമായ നിലനിൽപ്പില്ലാത്ത, ഞാനത് പലപ്പോഴും 24 മണിക്കൂറെങ്കിലും നിലനിൽപ്പുള്ള ഒരു വാർത്ത പറയണ്ടേ? അതാണ് എന്റെ പ്രശ്നം. തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിന് തീ പിടിക്കുന്നു എന്ന് നാട്ടിലെ പ്രധാന പത്രം പറയുമ്പോൾ അതിന് ആധാരമായ വസ്തുതകൾ വേണ്ടേ?
തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വസ്തുതകളുടെ പുറകെ പോകാൻ ഞാൻ ഒരിക്കലും പറയാറില്ല. പിന്നെ 916 ആയിട്ട് 100% വസ്തുതകൾ മാത്രമേ പറയാൻ പാടുള്ളൂ, തെറ്റ് വരാൻ പാടില്ല എന്നുള്ള ഒരഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിനുള്ളൊരു എഫർട്ട് നടന്നതായിട്ടെങ്കിലും നമുക്ക് തോന്നണം. തെറ്റിപ്പോകാം എന്നുള്ളത് വളരെ ന്യായമായി സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനുള്ള എഫർട്ട് പോലും എടുക്കാതിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെയുള്ള അത് ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. ആ കേസിലേക്ക് പിന്നെ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു വിധിയായിട്ട് വരും. ഒരു വിധിയിൽ അങ്ങനത്തെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുന്നതെന്ന്. മാധ്യമ സ്വാതന്ത്ര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പോലും നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മളിപ്പോ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നാഷണൽ മീഡിയ മുഴുവൻ ഒരു ഹിന്ദി ആക്ടർ ആത്മഹത്യ ചെയ്തതിനുള്ള കേസായിരുന്നു. എന്തായി അവസാനം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അതൊരു ആത്മഹത്യ മാത്രമാണെന്ന് പറഞ്ഞത്. എന്തിനായിരുന്നു അത് ചില വാർത്തകൾ തമസ്കരിക്കാനാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യരോട് വസ്തുതകൾ പറയുന്ന കാര്യത്തിൽ, അതിലൂടെ ശ്രമം നടത്തുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നു. മാത്രമല്ല ഇല്ലാത്ത കാര്യങ്ങൾ അവർ നാട്ടുകാരോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യർക്ക് ശരിയായ ഇൻഫർമേഷൻ കിട്ടാത്ത ഒരവസ്ഥയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ശരി, വളരെ കൃത്യമാണ്. ജനാധിപത്യം അപകടകരമാണ് എന്നുള്ളതാണ് ശ്രീ കെ ജെ ജേക്കബ് പറയുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ ശ്രീ ലാൽകുമാർ, ഈ കാര്യത്തിൽ ശ്രീ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാട്ടിയ ഇത്തരത്തിലുള്ള വാർത്തകളെ വളച്ചൊടിക്കുകയും സത്യമായ വാർത്തകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ കച്ചവടം കാണുക, അതിൽ കൂടി ലാഭമുണ്ടാക്കുക എന്നൊരു കാര്യം കൂടി നടക്കുന്നുണ്ടല്ലോ. അതാണല്ലോ മുംബൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. ഈ റേറ്റിംഗ് വിവാദം അതാണല്ലോ. ബാർക്ക് മീറ്റർ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നിസ്സാരന്മാരല്ല എന്നാണ് കാണുന്നത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ തരത്തിൽ ദേശീയ സർക്കാരിനെ, മോദിയെ പോലും ഇപ്പോൾ കൃത്യമായി ഗ്ലോറിഫൈ ചെയ്യുന്ന, അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന BJP സർക്കാരിനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ പോലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൻ്റെ CEO പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് വാർത്ത. അല്ല, ഡോക്ടർ ലാൽ പറഞ്ഞതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ യോജിക്കാൻ പറ്റും. ഞാൻ കെ ജെ ജേക്കബ് സാറ് പറഞ്ഞത് അദ്ദേഹം മാധ്യമപ്രവർത്തനമായിട്ട് ഉള്ളിൽ നിന്നൊരു വിമർശനമാണ്. അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം അർണബ് ഗോസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ചർച്ചയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മീറ്ററുകൾ, ഈ റേറ്റിങ്ങിൻ്റെ മീറ്റർ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നു അതൊരു വിഷയം പോലും ആക്കേണ്ട കാര്യമില്ല. കാര്യം ഈ വോട്ടിങ്ങിൽ തന്നെ കള്ളക്കളിയാണെങ്കിൽ പിന്നെ ബാക്കി എന്ത് മീറ്റർ, അതവിടെ നിൽക്കട്ടെ. എന്നെ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹം. ഇവിടെ ഡീഗ്രേഡിങ് ജേർണലിസമാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ മാധ്യമപ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ പറഞ്ഞത് മൊത്തം മാധ്യമ വിമർശനമാണ്. ഇന്നൊരു വാർത്ത ഇടുന്നു, ആ വാർത്തയ്ക്ക് 24 മണിക്കൂർ ആയുസ് എന്നുള്ളതല്ല, 5 മണിക്കൂർ പോലും ആയുസ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു. ആ വാർത്ത തന്നെ എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, വീഡിയോ ഇവരൊക്കെ തന്നെ കൂട്ടത്തിരുന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങളൊരു പിണറായി വിജയനെതിരെയോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ മോഡിക്കെതിരെയോ ആർക്കെതിരെ വേണമെങ്കിൽ സത്യസന്ധമായ വാർത്ത കൊണ്ട് കൊടുക്കൂ. അത് ജനത്തെ അറിയാൻ താല്പര്യമുണ്ട്. അത് ജനങ്ങൾ അറിയുകയും ചെയ്യണം, വിമർശിക്കുകയും ചെയ്യണം. ഇപ്പം സ്റ്റേറ്റിനെതിരെ നമുക്കിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് വലതുപക്ഷ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടോ ഇവരെ വിമർശിക്കരുതെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ വീഡിയോ തന്നെ ഈ മാധ്യമപ്രവർത്തകർ കുത്തി വന്നിരുന്ന് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തത് എന്തിനാണ് കാണിക്കുന്നത്? അവിടെയാണ് അവരൊരു മലീഷ്യസ് ഇൻറ്റൻഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു ഡീഗ്രേഡിങ് എഫക്റ്റിലാണ് ഇത് പോകുന്നതെന്ന്. ഇന്ന് പറയുന്ന വാർത്ത നാളെ പറയാതിരിക്കുക, അല്ലെങ്കിൽ നാളെ ഇത് ഘടകവിരുദ്ധമായി പറയുമ്പം ഈ സാധാരണ ഇത് നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു ചിരി വരും, ഈ വാർത്ത വായിക്കുന്നവർക്കോ പറയുന്നവർക്കോ ഒരു ചിരി പോലും വരാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ഒരു കാര്യം ഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹരി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഹരിയെ ഫോക്കസ് ചെയ്തോ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഫോക്കസ് ചെയ്തോ അല്ല ഞാൻ കഴിഞ്ഞ സ്ട്രെച്ചിൽ സംസാരിച്ചത്. ഞാൻ മാധ്യമ വിമർശനം തന്നെയാണ് നടത്തിയത്. ഇപ്പം ഹരി സംസാരിച്ചത് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് ഹരി എടുത്തത്. പക്ഷേ ഹരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നിലപാടാണ്. കാരണം ഹരിക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ പ്രോബ്ലംസിൻ്റെ, അല്ലെങ്കിൽ പെർഹാപ്സ് ആൻ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം, അങ്ങനെയുള്ള ഒരു പ്രോബ്ലം മാധ്യമങ്ങൾ പർവ്വതീകരിക്കുന്നു. ആ പർവ്വതീകരണം കൊണ്ട് കോൺഗ്രസിന് കിട്ടാനുള്ള നേട്ടം എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആ പ്രക്രിയ നല്ലതാണ്, ആ പ്രവൃത്തി നല്ലതാണെന്ന് പറയുമ്പം അതൊരു വലിയ ജനാധിപത്യ വിരുദ്ധതയെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
കാര്യം നിങ്ങൾ പറയുന്നത് അത് കോൺഗ്രസിന്റെ കേരളത്തിലെയും ദേശീയ കാഴ്ചപ്പാടിന്റെയും വ്യത്യാസമായിട്ട് ലാൽകുമാർ കാണുന്നുണ്ടോ? അത് ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പൊ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇക്വേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കൊണ്ട് കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാവുമെങ്കിൽ GV ഹരിയെ പോലൊരു പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താക്കൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ കാണിക്കുന്നതിനെ എല്ലാം അതുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. മിറർ നൗവിലുണ്ടായിരുന്ന ഫയർ ഡിസൂസ അവർക്ക് അവിടെ വിട്ടുപോകേണ്ടി വന്നു. രാജ്ദീപ് സർദേശായിയെ ഒരിക്കൽ ഹെലികോപ്റ്ററിൽ തറയിൽ ഇരുത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആരിരുത്തിയത്? ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുത്തിയ കഥ പറയുന്നുണ്ട്. കരൺ താപ്പറിനെ മെയിൻ സ്ട്രീം മീഡിയകളിലൊന്നും തൊടാൻ പോലും പറ്റുന്നില്ല. വയറിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അത്രത്തോളം അദ്ദേഹത്തിന് മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് ഒരു വലിയ ആക്സസ് കിട്ടാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഹരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമം ചോദ്യം ചോദിക്കണം. വൈ വാട്ട് ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഈ ചോദിച്ചിട്ട് അപ്പുറത്തിരിക്കുന്നവരോട് ഉത്തരം പറയാനും കൂടെ സമ്മതിക്കണം. കാര്യം ചോദ്യവും ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കും, ഉത്തരവും അവർ തന്നെ പറയും. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഉത്തരം പറയാൻ ആൾക്കാരിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഹരി ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഹരി നിർബന്ധമായും മാധ്യമ വിമർശനം തന്നെയാണ് നടത്തേണ്ടത്. ഈ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ പറയുന്ന പോലെ ഈ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തി എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? എത്ര നാൾ ഈ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും? ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ മീഡിയ ഇവിടെ കിടക്കുന്നു. ആൾക്കാർ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. KJ ജേക്കബ് സാറൊക്കെ എഴുതുന്ന ഒരു പോസ്റ്റ് ഒരു 100ഉം 1000ഉം ഷെയർ ആണ് പോകുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഇങ്ങനെയും എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് കിട്ടുന്ന അസത്യങ്ങളെ കൂടുതലും ആ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വിജയിക്കുമെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം പോലും നിലനിൽക്കാത്ത വാർത്തകളെ സത്യം പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി ജനങ്ങൾ കാണുന്നുള്ളതാണ്. എൻ റാമിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരുള്ള ഈ നാട്ടിൽ ഇങ്ങനെ അധപതിച്ച രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിനോട് തീരെ യോജിക്കാൻ പറ്റില്ല. അത് വരും ഭാവിയിൽ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വൈറസായിട്ട് അത് മാറും. അത് ഇടതുപക്ഷമെന്നോ വലത്തുപക്ഷമെന്നോ BJP-എന്നോ അങ്ങനെ ഒരു വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മാധ്യമ വിമർശനം മാത്രമാണ് നടത്തുന്നത്. ശരി. ശ്രീ KVS GV ഹരിയും ശ്രീ MP രാജേഷ് നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ശ്രീ KVS, പ്രളയം വന്നപ്പോൾ ഒന്നിച്ച് നിന്നോ? പല കാര്യങ്ങളും ഒന്നിച്ച് നിന്നല്ലോ, അങ്ങനെ മാധ്യമങ്ങളൊക്കെ ഒന്നിച്ച് നിന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് രാജേഷ് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. താങ്കൾ അത് കാണാതെ പോയതാണോ? അല്ലല്ല, വിദേശത്തു നിന്നുള്ള സഹായത്തെക്കുറിച്ചാണ് രാജേഷ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ട. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സിയും. ഇപ്പോൾ അന്നത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ സർക്കാർ ഇത്രയും വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അന്ന് കൂടുതൽ പണം വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, അന്ന് തടഞ്ഞല്ലോ. കേരളത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കേരളത്തിൻ്റെതായ രീതിയിൽ വാങ്ങാനുള്ള ശ്രമങ്ങളെയും കേരളത്തിൽ നിന്ന് മന്ത്രിമാർ അവിടേക്ക് പോകുന്നതിനെയും തടഞ്ഞല്ലോ. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും തടഞ്ഞു എന്നുള്ളതാണ് രാജേഷ് ഇപ്പൊ ചൂണ്ടിക്കാട്ടിയത്. പ്രളയം വന്നപ്പോൾ ഒന്നിച്ചു നിന്നു എന്നുള്ളത് താങ്കൾ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ശരി, രാജേഷ് കൃത്യമാക്കട്ടെ. ഒറ്റ വാചകം അല്ല. ശ്രീ KVS, UAE-യുടെ സഹായത്തെക്കുറിച്ചല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യക്തികളും സംഘടനകളും സംഭാവന ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്. ഇത് ദൈവം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിന് കൊടുത്ത ശിക്ഷയാണ്, അനുഭവിക്കട്ടെ എന്ന് ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതിനെ കുറിച്ചാണ്. KVS, ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെയൊക്കെ BJP-ക്കാർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം രാജേഷ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് മുഴുവൻ BJP-യുടെ നിലപാടാണ് എന്നൊക്കെ വിചാരിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. അങ്ങനെയൊന്നും മനുഷ്യത്വരഹിതമായിട്ടൊന്നും ഒരാളും പെരുമാറില്ല. മാത്രമല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം പ്രോജക്റ്റുകൾക്കൊക്കെ കഴിയുന്നിടത്തോളം സഹായങ്ങൾ നൽകിയിട്ടുമുണ്ട്. എൻ്റെ വിഷയം അതൊന്നുമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് വരുന്നത് മാധ്യമ ധാർമ്മികതയെക്കുറിച്ചാണ്. വളരെ ആഴത്തിൽ ഗൗരവത്തിൽ നാളെയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ജേക്കബ് പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഒരുപാട് അധാർമികം എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും ദിവസവും വരുന്നുണ്ട്. അതിൽ പല കാരണങ്ങളും ഉണ്ടാകാം.
ഒന്ന്, മാധ്യമപ്രവർത്തകർ ഒരു 25 കൊല്ലം മുമ്പുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു നിലവാരം ഇന്നുള്ളവർക്കുണ്ടോ എന്നതും കൂടി പലപ്പോഴും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കുറ്റപ്പെടുത്തുകയല്ല. ഒരു മത്സര ബുദ്ധി കൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങളും വന്നു ചേരുന്നുണ്ട്. പക്ഷേ ഇതെവിടെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? ഇപ്പോൾ പറഞ്ഞു വരുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. KJ ജേക്കബ് ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളിലൂടെ അതിനുള്ള കാരണമായി താങ്കൾ കണ്ടെത്തുന്നത് മാധ്യമപ്രവർത്തകർക്ക് മുൻപുണ്ടായിരുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റി ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. എവിടെ നിയന്ത്രിക്കും എന്നുള്ളതാണ് താങ്കളുടെ പ്രശ്നം ഇപ്പോൾ. അങ്ങനെയല്ല, അല്ല, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറഞ്ഞത് പഴയ കാലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചിരുന്നിടത്തോളം സീരിയസ്നെസ് ഇന്നുണ്ടാകുന്നില്ല. പലപ്പോഴും പല സമയത്തും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു അഭാവമാണ്. അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. മിടുക്കന്മാരായിരിക്കും, അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസവും പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ നിയന്ത്രണം എവിടെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ചത് എന്താ? സുപ്രീം കോടതി ഇടപെടാൻ പോകുന്നു. സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഏതൊരു കേസിൽ, എനിക്ക് ഏതാ കേസൊന്നും ഓർമ്മയില്ല, ഈ അടുത്ത ദിവസം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഇതിനെ നിയന്ത്രിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം പോലും ഒരു ബെഞ്ചിൽ നിന്ന് ഉയർന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചെന്ന് എത്താൻ പറ്റുമോ? ചാനലുകളെ സംബന്ധിച്ചിടത്തോളം, പ്രിന്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം പ്രസ് കൗൺസിലുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ശ്രീ KVS, ഇത്തരം ഒരു സംവിധാനത്തിലൂടെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല, ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് സ്വയം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീ KVS ചോദ്യം. ശ്രീ രാജേഷും ഒരുപക്ഷെ CPM പോലുള്ള പാർട്ടിയും പറയുന്നത് മാധ്യമങ്ങൾ സ്വയം പരിശോധിക്കണം, അവർ സ്വയം നിയന്ത്രിക്കണം എന്നാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലുകളെ സംബന്ധിച്ചാണെങ്കിൽ ബാർക്കിൽ അവർ കൃത്രിമം കാണിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അവർ തിരുത്തണം. അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കണം, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കണം. അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അവതാരകർ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുകയും ആവശ്യത്തിൽ കൂടുതൽ പൊലിപ്പിച്ച് ഒരു പക്ഷത്തിന് വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സ്വയം നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അതാണ് ക്വാളിറ്റി കൊണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞതിൽ വരേണ്ട മാറ്റം. ലാലെ, ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ചാനൽ ചർച്ച നിഷ്പക്ഷമാകണം. ചാനലിലേക്ക് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ കഴിയണം. അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു കുറേ മാറ്റം കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൈരളി ചാനലിൽ ഉൾപ്പെടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം കൂടുതൽ വരട്ടെ. എല്ലാവർക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റണം. അഭിപ്രായങ്ങൾ പറയട്ടെ, എല്ലാ അഭിപ്രായങ്ങളും ജനങ്ങൾ കേൾക്കട്ടെ. വിധിയെഴുത്തല്ല ഇവിടെ വേണ്ടത്. അതേ സമയത്ത് തുറന്ന ചർച്ചയാണ്. ആ തുറന്ന ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാകട്ടെ, അത് ഉണ്ടാകണം. അത് ഏത് വിഷയത്തെക്കുറിച്ചുമാകാം. ശരി, ശബരിമലയുടെയൊക്കെ സമയത്ത് എന്തെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊന്നും രാജേഷിനൊന്നും ഈ വിഷമം തോന്നിയിട്ടില്ല പലപ്പോഴും. അപ്പോൾ ഇവരിപ്പോൾ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതിലാണ് എനിക്ക് വിഷമം. ശരി, അല്ലാതെ ഇത് സത്യസന്ധമായിട്ട് എല്ലാ സമയത്തും തുറന്ന ചർച്ചകൾ നടക്കേണ്ടതാണ്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ശരി, നമുക്ക് കുറച്ച് സമയമുള്ളെങ്കിലും ബാർക്കുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ വന്ന കൃത്രിമത്വത്തെ കുറിച്ച് ഒരു അല്പസമയം നമുക്ക് ചെലവാക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് ശ്രീ GV ഹരി, നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി നടത്തുന്ന വിമർശനമെങ്കിലും നിങ്ങൾക്ക് ഓർക്കാമായിരുന്നില്ലേ? ഒക്കെ അദ്ദേഹത്തിൻ്റെ വെർഷൻസ് അല്ലേ, അദ്ദേഹം അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകളുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയോ? അല്ല, ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാൻ പറയണമെന്നൊന്നുമില്ലല്ലോ. അല്ല, രാഹുൽ ഗാന്ധി പറയുന്ന വിമർശനത്തിനോട് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നില്ല എന്നാണോ പറഞ്ഞത്? അതാണിപ്പോൾ, അങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കുന്നത്. അതാണ് അല്പം മുമ്പ് ഇവിടെ KVS പറഞ്ഞത്. കുറച്ചുകൂടി നിങ്ങൾ അതിനെ വളച്ചൊടിക്കാത്ത രീതിയിൽ പോകണം. അത് പറഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ അതെ അങ്ങനെ ആക്കി തീർക്കുകയാണല്ലോ അല്ലേ. അപ്പൊ ഇതിനകത്ത് അതൊക്കെയാണ് പ്രശ്നം. അല്ല, വിശദീകരിക്കാൻ ഞാൻ തന്നെ സമയം തരുന്നുണ്ട്. അതാണ് അല്ല, ഇങ്ങനെയുള്ള വളച്ചൊടിക്കലുകൾ അവസാനിപ്പിക്കണം എന്നാണ് KVS പറഞ്ഞത്. ഞാൻ അവരോട് യോജിക്കുക. ഇപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇതിനകത്ത് ഈ മാധ്യമ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ ചർച്ചകളിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കണം. നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യുക്തിഭദ്രമായ മറുപടികൾ കൊണ്ട് നിങ്ങൾ അതിനെ നേരിടണം. അതിന് പകരം ഞാൻ മറുപടി പറയില്ല
ഈ ഒരു ചോദ്യത്തിന് മാത്രമേ ഞാൻ മറുപടി പറയുള്ളൂ എന്നൊക്കെ പറയുന്നതല്ലല്ലോ അതിന് ശരിയെന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത്, നമ്മളോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചാൽ ആ മാധ്യമ പ്രവർത്തകന് യുക്തിഭദ്രമായ ഉത്തരം കൊടുക്കാൻ നിങ്ങൾ കഴിയാത്തിടത്താണ് നിങ്ങൾക്ക് ഈ ആശങ്കകൾ ഉണ്ടാകും. ഡോക്ടർ ഹരി നേരത്തെ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. നേരത്തെ ലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് സംശയം ഉന്നയിച്ചത്, എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് ഈ പറയുന്ന വിമർശനങ്ങളൊക്കെയുള്ള മാധ്യമങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കുന്നു എന്നതാണ്. ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുകയല്ല ലാൽ. ഞാൻ പറയുന്നത്, ലാൽ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് എനിക്ക് യുക്തിഭദ്രമായൊരു മറുപടി ഇല്ലാതെ വരുമ്പോഴല്ലേ ഞാൻ ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇപ്പോഴും താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് വളരെ കൃത്യമായ മറുപടി ഉള്ളത് കൊണ്ട് എനിക്കൊരു ആശങ്കയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരാണെങ്കിലും എക്സ് ഓർ വൈ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭരണകൂടങ്ങൾക്ക് എല്ലാ കാലത്തും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ശ്രീ ഡോക്ടർ ജി വി ഹരി, ഡോക്ടർ ശശി തരൂരോ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പോലെ അല്ല ഇവിടെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള സമീപനം. ഡോക്ടർ ജി വി ഹരി ഉൾപ്പെടെ പറയുന്ന ആ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ആ രൂക്ഷതയുടെ ഒരു 10-1 അംശം പോലും കാണുന്നില്ല. അതുകൊണ്ടാണ് 4.5 വർഷം മുമ്പ്, ഒരു 3 വർഷം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടുത്തെ ഈ സർക്കാരിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്നൊരു റീവൈൻഡ് ഒന്ന് ചെയ്തു നോക്കില്ലാൽ ആ കാര്യത്തിൽ ഞാൻ താങ്കളുടെ മുമ്പേ, ഞാൻ നേരത്തെ പി ടി തോമസിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഞാനൊരു ഉദാഹരണമായി ഒരു കേസായി താങ്കളുടെ മുമ്പിൽ വെക്കുന്നത് ഇപ്പോഴത്തെ വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അന്നത്തെ വാർത്തകൾ. അതൊരു ഒരുപക്ഷെ 4 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ സോളാർ ഇഷ്യൂവോ അല്ലെങ്കിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അന്നത്തെ രാഷ്ട്രീയ ഇഷ്യൂവോ മാധ്യമങ്ങളിൽ വരുന്നത് കണ്ടിട്ടാണ് അന്നത്തെ പ്രതിപക്ഷം ഇറങ്ങിയത് എന്ന് ഞാൻ നിരീക്ഷിക്കുന്നില്ല. ഞാൻ അന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ KVS അങ്ങനെ കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു, KJ ജോസഫും അങ്ങനെ കാണില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് പല വിഷയങ്ങളും മാധ്യമങ്ങളിൽ വരുന്നത് കണ്ടിട്ട് ആണ് ആളുകൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് പോകുന്നത് എന്നൊരു വിമർശനം ഇവിടെ ഉണ്ടായി. അല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമുക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് 4.5 വർഷക്കാലത്തെ പഴയ കാലമല്ല, ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള 3 വർഷക്കാലം എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരുപക്ഷെ MP രാജേഷിന് പോലും അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു സർക്കാരാണിത്. അതിനുശേഷം ഇപ്പോൾ എന്തുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ ശ്രീ MP രാജേഷ് അടക്കം, അതായത് ഡോക്ടർ ജി വി ഹരി ഒരു ഔദാര്യമായിട്ടാണോ പറയുന്നത്? അതായത് ഈ മാധ്യമങ്ങൾ ഈ സർക്കാരിന് കഴിഞ്ഞ 3.5 വർഷമായി ഒരു ഔദാര്യം നൽകി വിമർശിച്ചില്ല എന്നാണോ, അത് അവർക്ക് അതിനുള്ള കാരണം ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ ഇതിനകത്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, താങ്കൾ ഇടപെട്ട് വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു അവസരം നിഷേധിക്കരുതെന്നാണ്. അതും ഈ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ 3 വർഷത്തിന് ശേഷം വിമർശിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യുക്തിഭദ്രമായിട്ടുള്ള ഉത്തരങ്ങൾ എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല? ഇനി പിന്നെ രാജേഷ് ഇവിടെ നിരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. രാജേഷ് മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമല്ല നിരീക്ഷിച്ചിട്ടുള്ളത്, ഈ രാജ്യത്തെ സർക്കാരുകളെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട് കോടതികൾ, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട്, ബാങ്ക് പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളെ കുറിച്ച് മാത്രമല്ല കോടതികൾ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഈ നിരീക്ഷണങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങളിൽ, മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹം തീരുമാനത്തിനനുസരിച്ചിട്ടാണ് പിന്നീട് അവർക്കൊരു അവസരമേ ഉള്ളൂ, വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അവർ കൃത്യമായിട്ട് ശരി. ശ്രീ MP രാജേഷ്, അതിനൊരു മറുപടി കഴിഞ്ഞിട്ട് ഈ റേറ്റിംഗുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ദേശീയ ചാനലുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി താങ്കളുടെ ഒരു പ്രതികരണം അറിയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലാർജ് പാർട്ട് ഓഫ് ഇന്ത്യൻ മീഡിയ ക്യാപ്ചേർഡ് ബൈ ഫാസിസ്റ്റ് ഇൻട്രസ്റ്റ്, രാഹുൽ ഗാന്ധി. ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഓരോ സന്ദർഭത്തിലും നടത്തിയിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താ കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞോട്ടെ, അത് ഞാൻ ആവർത്തിക്കണമെന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഞാൻ എന്താണ് ആ കോൺഗ്രസ് നേതാവിനോട് പറയുക? കോടതിയുടെ നിരീക്ഷണത്തിലൊന്നും അത്ഭുതമില്ല. നമ്മൾ മാധ്യമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കോടതി പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും, അതെല്ലാം ഈ ചർച്ചയുടെ വിഷയമല്ല. മാധ്യമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി മുതൽ ഇന്ത്യയിലെ നീതിപീഠങ്ങൾ ഒന്നൊന്നായി നടത്തിയ നിരീക്ഷണങ്ങൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങൾ, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഞാൻ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനോട് പിന്നെ തർക്കിക്കാനും സംവദിക്കാനും ഞാനില്ല. പിന്നെ സമ്മതിക്കാനോ സ്കോപ്പില്ലല്ലോ. താങ്കളും ഒരുപക്ഷെ ലാലും ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് താങ്കൾ പറയുന്നതിനെ ഉദ്ധരിക്കേണ്ട കാര്യം എനിക്കില്ലെന്നാണ്. അല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്നല്ല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ലാൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്. അവിടെയാണ് ഈ പ്രശ്നം. പ്ലീസ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് വഴങ്ങുമെങ്കിൽ കേൾക്കുക. നോക്കൂ, ശ്രീ രാഹുൽ ഗാന്ധി വിഷയാധിഷ്ഠിതമായിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം താങ്കൾ പറയുന്നത് പോലെ എല്ലാ മാധ്യമങ്ങളെയും അടച്ചൊന്നും ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിഷയാധിഷ്ഠിതമായ കാര്യങ്ങൾ നിങ്ങൾ പറയൂ.
അത് പറയൂ. അത് ഞാൻ പറയുന്നു. ശ്രീ രാജേഷ് പറയുന്നതിനോട് ഞാൻ ശരി, യോജിക്കുന്നു. രാജേഷ്. റിപ്പബ്ലിക് ടിവിയുടെ കാര്യം പറഞ്ഞു, ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാനത് ആദ്യമേ പറഞ്ഞാണല്ലോ, അത് വ്യക്തമാക്കിയതാണല്ലോ. ലാൽ ഇനി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പറ്റില്ല. ലാൽ ഇടപെടണം. ഞാൻ വഴങ്ങി തന്നത് ശരി, അത് താങ്കൾക്ക് പ്രസംഗിക്കാനുള്ള അവസരമാക്കരുത്. അങ്ങ് പറഞ്ഞു. നോക്കൂ, ലാർജ് പാർട്ട് രാഹുൽ ഗാന്ധി ഒരു വിഷയത്തെ മുൻനിർത്തിയല്ല, ഒരു മാധ്യമ വിമർശനമാണ്. ലാർജ് പാർട്ട് ഓഫ് ഇന്ത്യൻ മീഡിയ ക്യാപ്ചേർഡ് ബൈ ഫാസിസ്റ്റ് ഇൻട്രസ്റ്റ് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിഷയാധിഷ്ഠിതമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി അത് മുഴുവൻ ആവർത്തിക്കണോ? താങ്കൾ ഒരൊറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞില്ല, കേട്ട ഭാവം നടിച്ചില്ല. GDP-യുടെ കാര്യം പറഞ്ഞു, GST-യുടെ കാര്യം പറഞ്ഞു, വോഡാഫോൺ കേസിന്റെ കാര്യം പറഞ്ഞു, ഇറ്റാലിയൻ മറൈനുകളുടെ കേസിന്റെ കാര്യം പറഞ്ഞു, കർഷക നിയമങ്ങളുടെ കാര്യം പറഞ്ഞു, തൊഴിൽ നിയമ ഭേദഗതിയുടെ കാര്യം പറഞ്ഞു, ഡൽഹി കലാപത്തിൽ സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടിനെയും ജയതി ഘോഷി ഉൾപ്പെടെ പ്രതി ചേർക്കുന്ന വിഷയം വന്നു. PM കെയേഴ്സ് ഫണ്ടിൽ CAG ഓഡിറ്റ് പറ്റില്ല എന്ന് പറഞ്ഞ വിഷയം വന്നു. ഏതിലാണ് ഈ മാധ്യമങ്ങൾ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ഇത് ഞാൻ ആവർത്തിക്കുകയാണ് വീണ്ടും, നിങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചത് കൊണ്ട്. ഇനി വേറെ ചില കാര്യങ്ങളിലേക്ക് കൂടി പറയാം. PT തോമസിന്റെ കാര്യം ഇവിടെ ജേക്കബ് പറഞ്ഞു. എങ്ങനെയാണ് PT തോമസ് വിഷയം ചർച്ച ചെയ്തെന്ന് വരുത്തിയത്? PT തോമസിന് വെളുപ്പിക്കാൻ വേണ്ടി, കള്ളപ്പണ ഇടപാടിൽ ഇടനിലക്കാരനായ കോൺഗ്രസ് MLA വെളുപ്പിക്കാൻ. ലാല് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഒരു ഇടതുപക്ഷ MLA ആവണമെന്നില്ല. നോക്കൂ, ആ ബ്രാഞ്ച് സെക്രട്ടറി ഗിരിജൻ മാത്രമാണ് അവിടെ പോയിരുന്നത് എങ്കിൽ ഈ മാധ്യമങ്ങളുടെ 1-ാം പേജില് വലിയ വാർത്തയാകുമായിരുന്നില്ലേ അത്? അതല്ലേ? പിന്നെ നോക്കൂ, ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു തരത്തിലും പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത നേതാക്കളുടെ ബന്ധുക്കളെ കുറിച്ച് എങ്ങനെയെല്ലാമാണ് വലിയ തലക്കെട്ടുകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ, മുൻ മന്ത്രിയുടെ, കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായ മകനെ ED ചോദ്യം ചെയ്തു. ഇന്ന് അദ്ദേഹത്തിനെതിരായി വേറൊരു തട്ടിപ്പ് കേസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിൽ ആ വാർത്ത കണ്ടോ? അത് മാധ്യമങ്ങൾക്ക് വിഷയമായോ? മറിച്ച് ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ അകന്ന ബന്ധുവാണ് എന്ന് കരുതുക, എത്ര വലിയ വാർത്തയായിട്ട്, ആഘോഷമായിട്ട് അത് മാറുമായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് 10 കോടിയുടെ ED കേസിൽ പ്രതിയായി ചർച്ച ചെയ്തോ നമ്മുടെ മാധ്യമങ്ങൾ? മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമാണ്. പാലാരിവട്ടം പാലം 2 കൊല്ലം തികയുന്നതിന് മുമ്പ് പൊളിക്കേണ്ടി വന്നു. നേരത്തെ മരട് ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ സാഹസികമായി ഒരു കക്കൂസിനകത്ത് ക്യാമറയുമായി ഒളിച്ചിരുന്ന് അത് ലൈവ് കൊടുത്തു എന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയ മാധ്യമമുണ്ട് നമ്മുടെ നാട്ടിൽ. കക്കൂസിനകത്ത് ഒളിച്ചിരുന്ന് മരട് ഫ്ലാറ്റ് പൊളിക്കുന്നത് ലൈവ് കൊടുത്ത ആളുകൾ ഈ പാലാരിവട്ടം പാലം പൊളിക്കുന്നത് അത് ഒരു 5 മിനിറ്റെങ്കിലും ലൈവ് കൊടുക്കാൻ തയ്യാറായോ? അത് ഒരു ദിവസത്തെങ്കിലും ചർച്ചയായിട്ട് കേരളത്തിൽ മാറിയോ? എന്തുകൊണ്ട് മാറിയില്ല? നോക്കൂ, ഖമറുദ്ദീൻ എന്നൊരു പേര് ഇപ്പോ എത്ര വേഗത്തിലാണ് മാധ്യമങ്ങൾ മുക്കിയത്, എത്ര വേഗത്തിലാണ്. 46 പരാതിയാണ്, 142 കോടിയുടെ വഞ്ചനാ കേസാണ്. അത് നമ്മുടെ മാധ്യമങ്ങൾ എത്ര ധൃതിയിലാണ് ആ ചർച്ച മുക്കിക്കളഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ വി മുരളീധരന്റെ സത്യപ്രതിജ്ഞാ ലംഘനം എങ്ങനെയാണ് ചർച്ച ചെയ്യാതിരുന്നത്? ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പല മാധ്യമങ്ങളും പറഞ്ഞു, BJP പറഞ്ഞു ഞങ്ങൾ അതിനാണെങ്കിൽ ചർച്ചയ്ക്ക് വരില്ല. ഒരു പരാതിയും മാധ്യമങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. ശരി, BJPക്ക് സൗകര്യമില്ലാത്തതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയം തന്നെ മാറ്റിക്കളയാം. ചർച്ച ചെയ്തില്ലല്ലോ, വിഷയം മാറ്റുകയല്ലേ ചെയ്തത്. ആദ്യം ആ വിഷയത്തിന് ചർച്ചയ്ക്ക് വിളിച്ചു ഇന്നലെ പലരും. അപ്പൊ BJPക്കാർ പറഞ്ഞു ഞങ്ങൾ വരില്ല. അപ്പൊ BJPക്ക് വേണ്ടി വിഷയം തന്നെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ഉദാഹരണങ്ങൾ. കൊലപാതകം, ഈ വെഞ്ഞാറമൂട് കൊലപാതകം മാധ്യമങ്ങൾ എങ്ങനെയാ ചർച്ച ചെയ്തത്? സോഷ്യൽ മീഡിയ അതിശക്തമായിട്ട് അത് ഏറ്റെടുത്തപ്പോഴല്ലേ ഗത്യന്തരമില്ലാതെ ചർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ മാധ്യമങ്ങളെയാണ് നമ്മൾ സ്വതന്ത്രമെന്നും നിഷ്പക്ഷമോ എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. KVS ഹരിദാസ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഈ മാധ്യമ വിമർശനം തുടർന്നും നടത്തേണ്ടതാണ്. ഹരിദാസിനോട് ഒരു കാര്യത്തിൽ മാത്രം വിയോജിപ്പ്, അത് നടത്തുന്നവർ ഇടതുപക്ഷമാണെന്ന് അദ്ദേഹം അംഗീകരിക്കണം. എന്നും എക്കാലത്തും നടത്തിയിട്ടുള്ളവർ ഇടതുപക്ഷത്തെ പോലെ മാധ്യമ സംവാദം കേരളത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായ മറ്റൊരു കൂട്ടരില്ല. അത് ഞങ്ങൾ ഇനിയും തുടരും. തീർച്ചയായും. ശ്രീ KVS, വളരെ ചുരുക്കി ഈ പറഞ്ഞ കാര്യത്തിൽ അപ്പോൾ ചോദ്യങ്ങൾ ഇവിടെ രാജേഷ് പറഞ്ഞ വിഷയങ്ങൾക്കും വേണ്ടേ? അതുപോലെയുള്ള ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾ അതിലും വരണ്ടേ? അതൊരു ബാലൻസ് വേണ്ടേ? അതില്ല എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഇത് കണ്ണടച്ചിരുട്ടാക്കേണ്ടതില്ലല്ലോ. അക്കാര്യത്തിൽ ഒരു അഭിപ്രായം താങ്കൾക്ക് പറയാമല്ലോ. അല്ല ലാലെ, ചർച്ച ചെയ്യട്ടെ ലാലെ. അത് ചെയ്യുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് ചെയ്യുന്നില്ല? കച്ചവടമാണോ അവരുടെ ലക്ഷ്യം? പിണറായി വിജയനെ തെറി വിളിക്കുമ്പോൾ അതിന് കച്ചവടം കൂടുന്നുണ്ടോ?
അതിന് കൂടുതൽ പൈസ കിട്ടുന്നുണ്ടോ? അതോ ഡൽഹിയിൽ അല്ല മുംബൈയിൽ കണ്ട ശ്രീ KVS, താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് താങ്കളുടെ അറിവ് ഞാൻ ചോദിക്കുകയാണ്. താങ്കൾക്ക് ഈ മുംബൈയിൽ നടന്ന കാര്യം ചിലപ്പോൾ അറിയാമായിരിക്കും. അവിടെ ഈ ബാർക്ക് മീറ്റർ ഉള്ള വീടുകളിൽ പൈസ കൊടുത്ത് അതിനെ കൃത്രിമം കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കച്ചവടം എന്നുള്ളതാണോ നമ്മുടെ മാധ്യമങ്ങളുടെ വിഷയമായി മാറുന്നത്? കൈരളിക്ക് അങ്ങനെ ഉണ്ടോ, ഒരു താല്പര്യമുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. പരസ്യം പോലും ഈ പരിപാടിക്കിടയിൽ ഇല്ല ഇത്രയും നേരമായിട്ട്. അല്ലേ വിഷയം എന്തോ, ഞാൻ രണ്ട് വിഷയമുണ്ട്. ഒന്ന് ബാർക്കുമുണ്ട്, ചർച്ച ചെയ്യേണ്ട വിഷയവുമുണ്ട്. ഇപ്പോൾ രാജേഷ് കുറേ വിഷയങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്തോന്ന്. അതിൽ പലതും കൈരളിയും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഓരോ ദിവസങ്ങളിലും ഓരോ തീരുമാനങ്ങൾ ഓരോരുത്തരും എടുക്കുന്നതാണ്. ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടണം, അതിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ബാർക്കിൻ്റെ കാര്യം സത്യത്തിൽ എനിക്കറിയില്ല ലാലേ, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ്. ഞാൻ ഉള്ള കാര്യം പറയാം. നമ്മൾ എല്ലാ ആഴ്ചയിലും ഓരോ ചാനലുകളും ഞങ്ങളാണ് മുൻപന്തിയിൽ എന്ന് പറഞ്ഞ് അവരുടെ പ്രഖ്യാപനങ്ങൾ കാണാറുണ്ട്. ട്വിറ്ററിൽ ഈ ബാർക്കുകാരുടെ ഒന്നാം സ്ഥാനത്തത്, രണ്ടാം സ്ഥാനത്തത്, മൂന്നാം സ്ഥാനത്തത് എന്നും പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് റേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. അതിപ്പോഴാണ് കണ്ടത് ഇങ്ങനെ പലതരത്തിലുള്ള ഏർപ്പാടുകളും ഉണ്ടെന്ന്. അത് സർവേ നടത്തുകയാണ് ചെയ്യുന്നത്. ചില തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ചില വീടുകളിൽ ചില മീറ്ററുകൾ വെക്കുന്നു. അത് ഏത് പ്രോഗ്രാമുകൾ അവർ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തുന്നു. അതിൽ കൃത്രിമം കാണിക്കുന്നു. ആ വീട്ടിലുള്ള ആളുകളെ പൈസ കൊടുത്ത് മാറ്റുന്നു. ആ പൈസ ഇറക്കുന്നു ചില ചാനലുകൾ. ആ ചാനലുകൾ അവിടെ കൊണ്ടുപോയി ഈ ആളുകൾക്ക് പൈസ കൊടുത്ത് ആ ചാനൽ ഇങ്ങനെ ഓൺ ചെയ്ത് ഇടുകയാണ്. അങ്ങനെയാണ് അവരുടെ റേറ്റിംഗ് കൂട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ടിവിയുടെ CEO ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാനിത് പൂർത്തിയാക്കട്ടെ. ഈ വാർത്ത വന്ന ദിവസം റിപ്പബ്ലിക് ചാനലാണ് പ്രതിക്കൂട്ടിൽ എന്നായിരുന്നു ആദ്യം വന്നത്. അന്ന് വൈകുന്നേരമായപ്പോഴത്തേക്കും ഇന്ത്യ ടുഡേ ആണ് പ്രതിക്കൂട്ടിൽ എന്നും പറഞ്ഞിട്ട് വീണ്ടും വാർത്ത വന്നു. നമ്മൾ ദേശീയ ചാനലുകൾ 2-3 ദിവസം അതിട്ട് ചർച്ച ചെയ്തതാണ്. അല്ലല്ല, ആ കാര്യത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. മുംബൈ പോലീസ് കമ്മീഷണർ പരംവീർ സിംഗിന്റെ വിശദീകരണം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേയുടെ പേര് അവിടെ വന്നിരുന്നു, അവരുടെ FIR-ൽ വന്നിരുന്നു. പക്ഷേ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ വീണ്ടും റിപ്പബ്ലിക് ടിവിയുടെ പേര് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ടിവിയുടെ CEO-യെ ഇന്ന് വീണ്ടും വിളിച്ചത്. അല്ല, റിപ്പബ്ലിക് ടിവിയും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ലല്ലോ ലാലേ. അത് കുറേ ദിവസമായി. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം. സോണിയാഗാന്ധിയെ യഥാർത്ഥ പേര് വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അർണബ് ഗോസ്വാമിക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്തു അവർ. അവസാനം ഹൈക്കോടതി പോയിട്ട് അയാൾ അത് കേസ് ക്വാഷ് ചെയ്യുക ചെയ്തത്. ഇപ്പോഴും അതിന്റെ തുടർച്ചയായിരിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനെ തള്ളി. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് ആ കാര്യത്തിൽ ടെക്നിക്കലായിട്ട് ഒരു പ്രശ്നമുള്ളത് കൊണ്ട്, താങ്കൾക്ക് ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിനുള്ള പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ചോദിക്കുന്നില്ല. ശ്രീ GV ഹരി, ശ്രീ ലാൽകുമാർ എന്നോട് ക്ഷമിക്കുക, ഞാൻ ശ്രീ KJ ജേക്കബിൽ അവസാനിപ്പിക്കാന്നാണ് കരുതുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ? ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത്രയേറെ മാധ്യമ വിമർശനം നടത്തുന്ന ശ്രീ MP രാജേഷിന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്പേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ കൊടുക്കില്ല. അങ്ങനല്ല, അതാണ് പ്രശ്നം. ഞാൻ പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സമയം കൊടുക്കുകയും അദ്ദേഹം പറയുമ്പോൾ സമയമില്ല, ഞാൻ പറയുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയും നമ്മൾ ഇതിനകത്ത് സോണിയാഗാന്ധിയുടെ ശരിയായ പേരെന്താണ്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ലാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എല്ലാ മാധ്യമങ്ങളും നിഷ്പക്ഷമായി ശ്രീ MP രാജേഷ് വിമർശിക്കുന്ന ശ്രീ ദേശാഭിമാനി അടക്കം കൈരളി അടക്കം എത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അദ്ദേഹം ഇതേ വിമർശനം ഉന്നയിച്ചു. ശരി, താങ്കൾക്ക് മാധ്യമങ്ങളെ കുറിച്ച് ഒരു വലിയ വിമർശനം ഇല്ലാത്തത് കൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല. ശ്രീ KJ ജേക്കബ്, താങ്കൾ അവസാനിപ്പിക്കാം. താങ്കൾ എന്താണ് എനിക്ക് പറഞ്ഞത് അതെനിക്ക് വ്യക്തമായില്ല. എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ശ്രീ KV ശ്രീനിവാസനോടാണ്. പെട്ടെന്ന് ഉത്തരം പറയാം. എന്താണ് സോണിയാഗാന്ധിയുടെ ശരിയായ പേര്? എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര്? ഇന്ത്യൻ കോൺഗ്രസിന്റെ പേര് എന്താണ്? സോണിയാഗാന്ധിയുടെ ശരിയായ പേര് പെട്ടെന്ന് പറയാമോ? അല്ല, അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിയുടെ ശരിയായ പേര് പറഞ്ഞത് കൊണ്ടാണ് അർണബ് ഗോസ്വാമിയെ വേട്ടയാടുന്നത്. എന്താണ് സോണിയാഗാന്ധിയുടെ ശരിയായ പേര്? എങ്ങനെ വിളിക്കണം എന്നാണ് അദ്ദേഹം പറയുക? അല്ല ജേക്കബേ, അതിൽ മര്യാദ വേടുണ്ട് KVS. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. സോണിയാഗാന്ധി എന്നുള്ളത് സോണിയാഗാന്ധി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവർ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന സോണിയാഗാന്ധി എന്ന പേരിലാണ്. അവർക്ക് അവരെ തോന്നിയ പേര് വിളിക്കാൻ അർണബ് ഗോസ്വാമിക്ക് അവകാശമില്ല. ഇന്ത്യൻ നാഷണൽ പാർട്ടിയെ വാദ്ര കോൺഗ്രസ് എന്ന് വിളിക്കാൻ അർണബ് ഗോസ്വാമിക്ക് അവകാശമില്ല. അതാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങളുടെ തെളിവ്, നിങ്ങളെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്.
ഇത്തരം മര്യാദകേടുകളെ നിങ്ങൾ Yes. എന്തുകൊണ്ട് വെള്ളം പൂശുന്നു? ശരി, ഈ ഒരു ദയവായി ചോദ്യം എന്നോട് ക്ഷമിക്കുക ശ്രീ KVS, സമയമില്ല. ഒരു 10 സെക്കൻഡ് പോലും തരാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ദയവായി ക്ഷമിക്കുക. ഒരു തരത്തിലും പരസ്യം പോലും ഇല്ലാതെയാണ് 1.5 മണിക്കൂർ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. അതൊരു പക്ഷേ ഇന്ത്യയിൽ ഒരു ചാനലും ഇന്നിപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതിയിലുള്ള ഒരു ന്യായവും നീതിയും നടപ്പിലാക്കാൻ ഈ ചർച്ചയിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ കാര്യത്തിൽ പറഞ്ഞു തീർക്കാൻ ബാക്കിയുണ്ട് എന്നാണ് പല അതിഥികൾക്കും തോന്നുന്നത്. എങ്കിൽ ഈ വിഷയം അതിൻ്റെ അത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ്. ഈ വിഷയത്തിൽ അത്രമാത്രം പറയാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ MP രാജേഷ്, ഡോക്ടർ GV ഹരി, ശ്രീ KVS ഹരിദാസ്, ശ്രീ KJ ജേക്കബ്, ശ്രീ N ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.